രാജ്യത്ത് തന്നെ മുസ്ലിം ലീഗിൻ്റെ ഏക മേയറാണ് കണ്ണൂർ കോർപ്പറേഷനിലേത്. കോൺഗ്രസിനോട് പടവെട്ടിയാണ് ധാരണപ്രകാരമുള്ള ആ സ്ഥാനം മുസ്ലിം ലീഗിന് ലഭിച്ചത്. മുസ്ലിം മഠത്തിൽ കണ്ണൂർ കോർപ്പറേഷൻ്റെ മേയറായിട്ട് 6 മാസമേ ആയിട്ടുള്ളൂ. അതിൽ തന്നെ ഏതാണ്ട് 2 മാസത്തിലധികം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടവുമായി അങ്ങുപോയി. കണ്ണൂർ നഗരത്തെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരമാക്കി മാറ്റുക, ഇതാണ് UDFിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് തന്നെയാണ് മേയറും നടന്നെടുക്കുന്നത്. അതിന് അദ്ദേഹം കണ്ണൂരിനായി കരുതി വെച്ചത് എന്തൊക്കെയാണ്? കണ്ണൂർ വിഷൻ BMH ക്വസ്റ്റ്യൻ അവറിൽ ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായി ഉള്ളത് കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിലാണ്. എല്ലാ പ്രേക്ഷകർക്കും ക്വസ്റ്റ്യൻ അവറിലേക്ക് സ്വാഗതം മുസ്ലിം മഠത്തിൽ. ഈ കഴിഞ്ഞ 6 മാസത്തെ നഗരഭരണം താങ്കൾ അതിൽ തൃപ്തനാണോ? പരിപൂർണമായി തൃപ്തനാണെന്ന് ചോദിച്ചാൽ അത് പറയാൻ കഴിയില്ല. കാരണം ഒരുപാട് പ്രയാസങ്ങൾ, പ്രത്യേകിച്ച് നിങ്ങൾ തന്നെ പറഞ്ഞു, നമ്മൾ ഇലക്ഷൻ പ്രഖ്യാപിച്ചപ്പോൾ ഞാൻ ജനുവരി 22-നാണ് മേയറായി ചുമതലയേറ്റത്. ശേഷം കൃത്യം 1.5 മാസമാകുമ്പോഴേക്കും ഇലക്ഷൻ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു. ജൂൺ 6 വരെ പെരുമാറ്റച്ചട്ടം നിലനിന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ പദ്ധതിയുടെ പൂർത്തീകരണത്തിന് വേണ്ടിയുള്ള തിരക്കുകളായിരുന്നു ആദ്യത്തെ 1.5 മാസം. അതിനുശേഷം ഈ ഇലക്ഷൻ്റെ ആ ഗ്യാപ്പിൽ അടുത്ത വർഷത്തെ 24-25 വർഷത്തെ പദ്ധതികളെക്കുറിച്ചുള്ള ആസൂത്രണങ്ങളായിരുന്നു. അതിനു വേണ്ടിയിട്ടുള്ള ചർച്ചകളും അതുമായി ബന്ധപ്പെട്ട ഒരുപാട് യാത്രകളൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ ഏറ്റവും വലിയ പ്രയാസം സാമ്പത്തിക പ്രതിസന്ധിയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഏറ്റവും വലിയ ആക്ഷേപം UDFിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്നത് സാമ്പത്തികമായി ഞെരുക്കുന്നു എന്നുള്ളതാണ്. അതിപ്പോഴും അതേ രീതിയിൽ തന്നെയാണ്. അത് സാമ്പത്തിക പ്രയാസം അതേ രീതിയിൽ തന്നെയാണ്. കാരണം കഴിഞ്ഞ സാമ്പത്തിക വർഷം നമുക്ക് അനുവദിച്ച തുക, ബഡ്ജറ്റ് വിഹിതം, അത് തന്നെ 3 ഗഡുക്കളായി. നേരത്തെ ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റൊക്കെ ഉണ്ടായ സമയത്ത് 3 ഗഡുക്കളാണെങ്കിലും കൃത്യമായ സമയത്ത് 3 ക്വാർട്ടർ ഇയർലി എന്ന രീതിയിൽ വളരെ കൃത്യമായി നമുക്ക് ലഭിച്ചിരുന്നു. എന്നാൽ ഇത് കഴിഞ്ഞ സാമ്പത്തിക വർഷം മുതൽ അങ്ങനെ ഉണ്ടായില്ല എന്നുള്ളതാണ്. കാരണം നമുക്ക് ഏറ്റവും അവസാനം കഴിഞ്ഞ മാർച്ച് 22-ന് നമ്മുടെ പദ്ധതിയുമായി ബന്ധപ്പെട്ട ബില്ലുകൾ സമർപ്പിക്കണമെന്ന് നമുക്ക് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകുകയും അതേസമയം ജനുവരി തന്നെ ട്രഷറി നിയന്ത്രണം, അതായത് ജനുവരിയിൽ 5 ലക്ഷത്തിന് മുകളിലുള്ള ബില്ല് കൊടുക്കാൻ പാടില്ല എന്നുള്ള നിയന്ത്രണം, ഫെബ്രുവരിയിൽ 1 ലക്ഷത്തിന് മുകളിലുള്ള ബില്ല് കൊടുക്കാൻ പാടില്ല എന്നുള്ള നിയന്ത്രണം, ഇതിനൊക്കെ ഇടയിൽ നമുക്ക് 22 വരെ ബില്ലുകൾ അടിയന്തരമായി സമർപ്പിക്കണമെന്ന് പറയുന്നു. ഒരു സാമ്പത്തിക വർഷം എന്ന് പറയുന്നത് മാർച്ച് 31. നമ്മളൊക്കെ മുൻപൊക്കെ കണ്ടത്, ഞാനും ഒരു സ്കൂളിലൊക്കെ ജോലി ചെയ്ത ഒരാളാണ്. അപ്പോൾ നമ്മൾ പാതിര 2 മണി വരെ ഇരുന്നിട്ട് ബില്ലൊക്കെ മാറിയ ഒരു സമയമുണ്ടായിരുന്നു. അപ്പോൾ സാമ്പത്തിക വർഷം എന്ന് പറയുന്നത് മാർച്ച് 31 വരെ ഉണ്ട്, അർദ്ധരാത്രി 12 മണി വരെ ഉണ്ട്. പക്ഷേ 22-നേക്ക് ബില്ലുകൾ സമർപ്പിക്കണമെന്ന് പറയുന്നു. 27 വരെയുള്ള ബില്ലുകൾ ക്യൂ ലിസ്റ്റിൽ നമ്മൾ ഉൾപ്പെടുത്തിയ ശേഷം ഫണ്ട് അനുവദിക്കുന്ന മുറക്ക് തരുമെന്ന് പറയുന്നു. എന്നാൽ 27 നമുക്ക് ഫണ്ട് തരാതിരിക്കുകയും 29-ന് റെക്കോർഡിക്കലായി ഫണ്ട് തരികയും, പക്ഷേ തന്ന ഫണ്ടുകൾ നമുക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിൽ, അതായത് പൈസ തന്നു എന്ന് പറയുന്നു, അതേസമയം നമുക്ക് കിട്ടിയുമില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്കാണ് ഈ തദ്ദേശ സ്ഥാപനങ്ങളെ ഈ ഫണ്ട് വിഹിതത്തിൽ ഗവൺമെൻറ് സ്വീകരിക്കുന്ന നിലപാട്. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രയാസങ്ങൾ. ഇപ്പോൾ നമുക്ക് 24-25 വർഷത്തെ 1-ാം ഗഡു അനുവദിച്ചു. അപ്പോൾ അത് മുഴുവൻ നമ്മുടെ സ്പില്ലോവർ വർക്കുകളുടെ പ്രൊജക്റ്റുകളുടെ അതിൻ്റെ എക്സ്പെൻഡിച്ചറായിട്ട് പോയി. അപ്പോൾ ഈ വരുന്ന സാമ്പത്തിക വർഷത്തിൽ നമുക്കൊരു വർക്കും ജനറൽ പർപ്പസ് ഫണ്ടായാലും മെയിൻ്റനൻസ് ഗ്രാൻഡായാലും റോഡ് മെയിൻ്റനൻസ് ആയാലും നോൺ റോഡ് മെയിൻ്റനൻസ് ആയാലും ഒന്നും നമുക്ക് അടുത്ത സാമ്പത്തിക വർഷത്തേക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിലുള്ള വലിയൊരു സാമ്പത്തിക പ്രയാസം നമ്മുടെ മുമ്പിലാകുന്നുണ്ട്. കഴിഞ്ഞ സാമ്പത്തിക വർഷം നമ്മൾ ഓൺ ഫണ്ട് 23 കോടി രൂപയോളം ഓൺ ഫണ്ടിൽ വെച്ചിട്ടാണ് ഒരുപാട് പദ്ധതികൾ. കഴിഞ്ഞ സാമ്പത്തിക വർഷ പ്രയാസങ്ങളുണ്ട്, പക്ഷെ അതൊക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോയത് ഓൺ ഫണ്ടിൽ നിന്നും പരമാവധി തുക എടുത്തുകൊണ്ടാണ്. ഇനിയും ആ രീതിയിൽ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ ശമ്പളം പോലും മുടങ്ങുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് പോവുക. നിലവിൽ അങ്ങനെ ഒരു പ്രയാസമില്ല. പക്ഷേ സർക്കാർ ഇനിയും നമ്മുടെ ഈ ഫണ്ട് വീതം വെട്ടിക്കുറക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമുക്ക് അനുവദിച്ച തുകയിൽ വീണ്ടും 5 കോടി രൂപയോളം കുറച്ചു എന്ന് അറിയാൻ സാധിച്ചു. അത് റെക്കോർഡ് പ്രകാരം വന്നിട്ടില്ല, പറഞ്ഞ് കേൾക്കുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞത് നമ്മൾ വീണ്ടും ഓൺ ഫണ്ടിൽ നിന്ന് തുക എടുത്ത് നമ്മൾ പദ്ധതികൾക്കായി ഉപയോഗിച്ചാൽ ജീവനക്കാരുടെ ശമ്പളം പോലും പ്രയാസപ്പെടുന്ന പല തദ്ദേശ സ്ഥാപനങ്ങൾ ശമ്പളം കൊടുക്കാൻ പോലും പ്രയാസപ്പെടുകയാണ്.
അപ്പോൾ ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ സാമ്പത്തിക പ്രയാസത്തെ തുടർന്ന് നമുക്ക് ഏതെങ്കിലും പദ്ധതികൾ, സ്വപ്ന പദ്ധതികൾ ഏതെങ്കിലും നടപ്പാക്കാൻ പറ്റാത്ത രീതിയിലേക്കുള്ള പ്രയാസത്തിലേക്കൊക്കെ വരുന്നുണ്ടോ? സ്വപ്ന പദ്ധതികൾ നടപ്പാക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷേ അത് എങ്ങനെ നടപ്പിലാക്കുമെന്നുള്ള രീതി, പ്രത്യേകിച്ച് ഇപ്പോൾ ഫിനാൻസ് ഗ്രാൻറ്റിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം നഗരസഞ്ചയവുമായി ബന്ധപ്പെട്ടിട്ടാണ് നമുക്ക് ഫിനാൻസ് ഗ്രാൻറ്റ് അനുവദിക്കുന്നത്. അത് തന്നെ പിന്നെ കണ്ണൂർ ജില്ലയിലെ വിവിധ തദ്ദേശ സ്ഥാപനങ്ങൾ, മുനിസിപ്പാലിറ്റി ആയാലും പഞ്ചായത്തുകൾ, അവരുടെയൊക്കെ ഫണ്ടുകൾ ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ കോർപ്പറേഷൻ്റെ നേതൃത്വത്തിലാണ്, മേയർ ചെയർമാനായിട്ടുള്ള കമ്മിറ്റിയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ 40% ചെലവഴിച്ചാൽ മാത്രമേ നമുക്ക് അടുത്ത സാമ്പത്തിക വർഷത്തിലേക്കുള്ള ഫിനാൻസ് ഗ്രാൻറ്റ് അനുവദിക്കൂ എന്നുള്ളതാണ്. പക്ഷേ പല തദ്ദേശ സ്ഥാപനങ്ങളും ഈ ഫണ്ട് വിനിയോഗത്തിൽ അലംഭാവം കാണിക്കുകയും അതിൻ്റെയൊക്കെ പിന്നെ ഭാഗമായി നമ്മൾ ഫിനാൻസ് ഗ്രാൻറ്റിന് നമ്മൾ നന്നായി പിന്നെ പെർഫോമൻസ് ചെയ്തിരുന്നു. പക്ഷേ ആ പെർഫോമൻസ് പോലും നമുക്ക് കാണാൻ പറ്റാത്ത, നമുക്ക് പിന്നെ ഫണ്ട് മൊത്തം നോക്കുമ്പോഴുള്ള പെർസെൻറ്റേജ് 40% കുറഞ്ഞത് കൊണ്ട്, അതേസമയം കോർപ്പറേഷനെ മാത്രം നോക്കുമ്പോൾ 70% മുകളിൽ നമ്മൾ ഫിനാൻസ് ഗ്രാൻറ്റ് ഉപയോഗിച്ചു. ആ രീതിയിൽ നമുക്ക് വലിയ പ്രയാസം ആ രീതിയിലുമുണ്ട്. ഇപ്പോൾ പിന്നെ ചാർജ് എടുത്ത സമയത്ത് പറഞ്ഞതാണ് നമ്മുടെ നഗര സൗന്ദര്യവൽക്കരണം എന്നത് അതിൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് ക്ഷണിക്കുകയും കണ്ണൂരിലെ മരിയ ഗ്രൂപ്പായിരുന്നു അതെടുത്തത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം 3-4 തവണ അതിൻ്റെ ഡെമോ നമുക്ക് മുമ്പാകെ പ്രസൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊരു വലിയൊരു പ്രൊജക്റ്റായിട്ട് വരികയാണ്. അതായത് പഴയ ബസ് സ്റ്റാൻഡ് മുതൽ ഗാന്ധി സർക്കിൾ വരെയും പ്രഭാത് ജംഗ്ഷൻ മുതൽ പ്ലാസ ജംഗ്ഷൻ വരെയും നല്ല ഒരു പദ്ധതിയാണ്. ആ പദ്ധതി നടപ്പിലാക്കണമെങ്കിൽ ഈ പറഞ്ഞ ഫിനാൻസ് ഗ്രാൻറ്റൊക്കെ ഉപയോഗിച്ചിട്ട് മാത്രമേ സാധിക്കൂ എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ പ്രയാസങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ട ആളുകളോട്, ജില്ലാ കളക്ടറോടൊക്കെ ഈ പ്രയാസങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബന്ധപ്പെട്ട മന്ത്രിയോട് പറഞ്ഞിട്ടുണ്ട്. ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ വികസനം വഴിമുട്ടിപ്പോകുമെന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. നമ്മുടെ മുന്നിൽ ഈ പഴയ ബസ് സ്റ്റാൻഡൊക്കെ ഇതേപോലെ ഇങ്ങനെ നിൽക്കുകയാണ്. നമുക്ക് അവിടെയൊക്കെ ഒരു നല്ല രീതിയിൽ ഒരു കോംപ്ലക്സ് ഒക്കെ വന്ന് ഒരു കോർപ്പറേഷന് കൂടി ഒരു വരുമാന മാർഗമായി മാറുന്ന രീതിയിലേക്ക് അവിടെ ഒരു ബിൽഡിംഗ്, അതൊരു BOT അടിസ്ഥാനത്തിലൊക്കെ ചെയ്യാൻ ഉള്ള സംവിധാനങ്ങളൊക്കെ നമുക്ക് തീർച്ചയായും ഉണ്ട്. അത് ആലോചനയിലുള്ള കാര്യം തന്നെയാണ്. പഴയ ബസ് സ്റ്റാൻഡ് മാത്രമല്ല, സ്റ്റേഡിയം ഇപ്പോൾ നമ്മുടെ ഗ്രൗണ്ട് നന്നായി അതിൻ്റെ ടർഫൊക്കെ പുല്ല് പിടിപ്പിച്ച് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോരുന്നുണ്ട്. പക്ഷേ സ്റ്റേഡിയത്തിൻ്റെ പവലിന് ബന്ധപ്പെട്ട കടമുറികളൊക്കെ, വാടക കൊടുക്കുന്ന കടമുറികളൊക്കെ ചോർന്നൊലിച്ച് പൊളിഞ്ഞ് വീഴാറുള്ള അവസ്ഥയിലാണുള്ളത്. അല്ല, വാടക നല്ല രീതിയിൽ ഓരോ വർഷവും കൃത്യമായ പെർസെൻറ്റേജ് വർദ്ധിപ്പിച്ച് കിട്ടുന്നുണ്ട്. വാടകയിൽ അങ്ങനെ തുച്ഛമായി നമുക്ക് പറയാൻ കഴിയില്ല. കൃത്യമായി ഒരു 3 വർഷം കൊണ്ട് 25%, 30% ഒക്കെ വർധന ഉയർത്തി നല്ല വാടക തന്നെ കിട്ടുന്നുണ്ട്. അതേസമയം ഈ പറഞ്ഞതിൽ സ്റ്റേഡിയം അതിൻ്റെ കാലാവധി വർഷങ്ങൾ കഴിഞ്ഞു, 25 വർഷം കഴിഞ്ഞു. അപ്പോൾ ഒരു ബിൽഡിങ്ങിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഫിറ്റ്നസ് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വലിയൊരു പ്രൊജക്റ്റ് അതുമായി ബന്ധപ്പെട്ട് ബഹുമാനായ കെ സുധാകരൻ MP ഇതുമായി ബന്ധപ്പെട്ട് വലിയൊരു പ്രൊജക്റ്റ് നമ്മുടെ മുമ്പാകെ സമർപ്പിച്ചിട്ടുണ്ട്. അതുമായി മുന്നോട്ട് പോവുകയാണ്. അത് PPP പ്രൊജക്റ്റ്, അത് ആ അടിസ്ഥാനത്തിൽ പ്രൈവറ്റ് പബ്ലിക് പാർട്ടിസിപ്പേഷൻ എന്ന പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് സ്റ്റേഡിയവും അതുപോലെ ബസ് സ്റ്റാൻഡും ജോയിൻ്റ് ആയിട്ടുള്ളൊരു വെഞ്ചറിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട MP വരുന്ന മുറക്ക്, ഇപ്പോൾ ഈ ഇലക്ഷൻ്റെ സമയത്തായിരുന്നു അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, മുമ്പേ ചർച്ചകൾ ഉണ്ടായിരുന്നു. പക്ഷേ അതൊരു തീരുമാനത്തിലേക്ക് എത്തിയില്ല. പക്ഷേ ഇപ്പോൾ തീരുമാനമായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഏതായാലും അദ്ദേഹം വരുന്ന മുറക്ക് കാര്യങ്ങൾ ചർച്ച നടത്തി അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. ഈ 2 പദ്ധതികൾ നടപ്പായാൽ തന്നെ കണ്ണൂരിൻ്റെ ഒരു കാരണം നിലവിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് പഴയ ബസ് സ്റ്റാൻഡും സ്റ്റേഡിയം ജോയിൻ്റ് അണ്ടർഗ്രൗണ്ട് ഒരു അണ്ടർപാസും, അതായത് പുറമേ റോഡായിരിക്കും, താഴെ പഴയ ബസ് സ്റ്റാൻഡിൽ നിന്ന് സ്റ്റേഡിയത്തിലേക്ക് ആൾക്ക് എത്താൻ പറ്റുന്ന രീതിയിൽ, നടന്നു പോകാൻ പറ്റുന്ന രീതിയിൽ, വാഹനങ്ങൾ പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒക്കെ വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ആലോചിക്കുന്നത്. അതിൻ്റെയും എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഇപ്പോൾ അടുത്ത് തന്നെ ക്ഷണിക്കും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നേരത്തെ നഗരസഭ ഉള്ള സമയത്തും നമ്മൾ ഈ കൗൺസിൽ വന്ന സമയത്തൊക്കെ ഈ പ്രൊജക്റ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചെറിയ റിവിഷൻ വെക്കണം. കാരണം ഇത്തരം പ്രൊജക്റ്റുകൾക്ക് DPR തയ്യാറാക്കുമ്പോൾ ഒരു സാമ്പത്തിക ചിലവുകളുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു ബഡ്ജറ്റിൽ ഒരു റിവിഷൻ വെക്കേണ്ടതായിട്ടുണ്ട്. അത് അടുത്ത കൗൺസിൽ തന്നെ ആ ബഡ്ജറ്റ് റിവിഷൻ വെച്ച് ഇതിൻ്റെ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റിലേക്ക് പോകും. എന്തായാലും നമ്മുടെ ഈ ഭരണസമിതിയുടെ കാലാവധി കഴിയുന്നതിന് മുമ്പ് കണ്ണൂർ നഗരത്തിൻ്റെ ഒരു മുഖച്ഛായ മാറ്റുന്നതിനുള്ള ഒരു പദ്ധതി, അതിൻ്റെ തുടക്കമെങ്കിലും നമുക്ക് കുറിക്കാൻ കഴിയും. അത് കഴിയും തീർച്ചയായും. ഒന്ന് ഞാൻ പറഞ്ഞ ഗാന്ധി സർക്കിൾ മുതൽ പഴയ സ്റ്റാൻഡ് വരെയുള്ളതും, അതുപോലെ പ്രഭാത് ജംഗ്ഷൻ മുതൽ പ്ലാസ വരെയുമുള്ള പദ്ധതികൾ നടപ്പിലാക്കാൻ സാധിക്കുമെന്നാണ്. കാരണം അത് കുറഞ്ഞ കാലയളവ് മതി. അത് തീർച്ചയായും നമുക്ക് നടപ്പിലാക്കാൻ പറ്റുന്ന പദ്ധതിയാണ്. മറ്റൊന്ന്
ഞാൻ പറഞ്ഞ ബസ് സ്റ്റാൻഡിൻ്റെ വിഷയമായാലും സ്റ്റേഡിയത്തിൻ്റെ വിഷയമായാലും നമുക്കത് തുടങ്ങി വെക്കാനെങ്കിലും കഴിയുമെന്ന ഒരു പ്രതീക്ഷയിലാണ് മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ കണ്ണൂരിൻ്റെ ഒരു ഹൃദയം എന്ന് പറയുന്നത് പയ്യാമ്പലമാണ്. പക്ഷേ അത് DTPCയുടെ ഒരു അധീനതയിലുള്ള ഒരു സ്ഥലം എന്നുള്ളത് ഒരു പരിമിതിയായി കോർപ്പറേഷൻ നിൽക്കുന്നുമുണ്ട്. അത് DTPCയിൽ നിന്ന് നമുക്ക് വിട്ടുകിട്ടിയാൽ കോർപ്പറേഷൻ അവിടെ എന്തെങ്കിലും ചെയ്യാനുള്ള അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് കലക്ടറുടെ ചേംബറിൽ ഒരു ചർച്ച നടന്നിരുന്നു. പ്രധാനമായും നമ്മുടെ പയ്യാമ്പലത്തിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടെ പയ്യാമ്പലം ബീച്ചിന് സൈഡിൽ റോഡിന് ഇരുവശവുമായി ഒരു വശത്ത് മുഴുവനും തട്ടുകടകളാണ്, അനധികൃത തട്ടുകടകളാണ്. അതേസമയം ഒരു ബീച്ചാകുമ്പോൾ അത്യാവശ്യം തട്ടുകടകളൊക്കെ വേണം എന്നുള്ളത്, കാരണം ആൾക്കാർ ടൂറിസ്റ്റുകളൊക്കെ എത്തുമ്പോൾ അവർക്ക് അതൊക്കെ ഒരു സ്ട്രീറ്റ് ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ട് അതൊക്കെ ഒരു ടൂറിസത്തിൻ്റെ ഭാഗമാണ്, അതില്ലാതെ പറ്റില്ല. പക്ഷേ നമ്മുടെ റോഡിൻ്റെ വീതി കുറഞ്ഞു പോകുന്ന രീതിയിൽ അനധികൃതമായ ആളുകൾ തോന്നുന്ന പോലെ കിട്ടും. ഒരു പിന്നെ ഇത് ഔദ്യോഗികമായിട്ടുള്ള ഒരു ബങ്കുമല്ല. കഴിഞ്ഞ ദിവസം നമ്മൾ പോയിട്ട് എണ്ണിയെടുത്ത സമയത്ത് 72 അനധികൃത ബങ്കുകളുണ്ട്. അത് കഴിഞ്ഞ കൗൺസിലിൽ തീരുമാനമായിട്ടുണ്ട്. അത്തരം ബങ്കുകൾ അവിടുത്തെ മാത്രമല്ല താഴെ ചൊവ്വയിലെയും അതുപോലെ കീഴ്ത്തള്ളി ഭാഗത്തൊക്കെ തോട്ടട ഭാഗത്തൊക്കെയുള്ള മുഴുവൻ തട്ടുകൾ ഉൾപ്പെടെ അനധികൃതമായ എല്ലാ സംവിധാനങ്ങളും എടുത്ത് മാറ്റുവാനും, അതേസമയം പിന്നെ കൊടുക്കാൻ പറ്റാവുന്ന സ്ഥലങ്ങൾ അത് കൃത്യമായി പ്ലാൻ ചെയ്ത് അത് ബന്ധപ്പെട്ട ഈ പറഞ്ഞ പോലെ തെരുവ് കച്ചവടക്കാരായ ആളുകളുണ്ട്, ഇത്തരം കാര്യങ്ങൾ ചെയ്ത് ഉപജീവനം നടത്തുന്നുണ്ട്. അവരൊക്കെ പരിഗണിച്ചുകൊണ്ട് തന്നെ ഒരു ഔദ്യോഗികമായ രീതിയിൽ കോർപ്പറേഷൻ ഒരു വരുമാനം കിട്ടുന്ന രീതിയിൽ ഒരു വലിയ പദ്ധതിയായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഒരു തീരുമാനം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കളക്ടറെ ചേംബറിൽ ചർച്ച നടന്നപ്പോൾ ഈ പറഞ്ഞതുപോലെ നമ്മുടെ കരിങ്കൽ കെട്ടിനപ്പുറം അത് DTPCയുടെ കയ്യിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഒരു പദ്ധതിയോ നടപ്പിലാക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ കളക്ടറോട് സംസാരിച്ചപ്പോൾ കളക്ടർ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് കോർപ്പറേഷന് വിട്ടുതരുന്ന രീതിയിൽ കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം, അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പിന്നീട് നമുക്കൊരു സിറ്റിങ്ങിൽ നമുക്ക് ആലോചിക്കാം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കളക്ടറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വലിയ വികസന കാഴ്ചപ്പാടുള്ള ആളുകളാണ്. കണ്ണൂർ വലിയ മാറ്റങ്ങൾ വരുത്തണമെന്ന് അദ്ദേഹത്തിനും ആഗ്രഹമുണ്ട്. അപ്പോൾ ജോയിൻ്റായി നിന്നാൽ മാറ്റങ്ങൾ തീർച്ചയായും ഉണ്ടാക്കാൻ സാധിക്കും, അസാധ്യമായത് ഒന്നുമില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. DTPCയുമായി യോജിച്ചിട്ടുള്ള ഒരു പദ്ധതി അത് ഒരു തദ്ദേശ ഭരണ സ്ഥാപനത്തിന് ആ രീതിയിലേക്ക് പോകാൻ അത് കഴിയുമോ പ്രായോഗികത അറിയില്ല, അത് പഠിക്കാതെ പറയാൻ കഴിയും. എന്തായാലും അത് വിട്ടുകിട്ടിയാൽ തീർച്ചയായും നമുക്ക് ഈ പറഞ്ഞ ബങ്കുകളൊക്കെ കൊച്ചി നമ്മൾ പോയ മറൈൻ ഡ്രൈവ് നമ്മുടെ കൊച്ചിയിലെ ആളുകൾ അതിനായിട്ട് അവിടത്തേക്ക് പോവുകയാണ്. അതുപോലെ കണ്ണൂർ പിന്നെ ഈ പറഞ്ഞത് നമുക്ക് വിട്ടുകിട്ടിയാൽ നല്ല രീതിയിൽ നമുക്ക് ഈ പറഞ്ഞതുപോലെ തട്ടുകൾ കുറച്ച് അവിടെ 72 ഒന്നും ആവശ്യമില്ല, ഒരു 30ഓളം ബങ്കുകൾ നല്ല രീതിയിൽ നല്ല സൗന്ദര്യവൽക്കരിച്ചുകൊണ്ടുള്ള നല്ല രീതിയിലുള്ള ബങ്കുകൾ, ടോയ്ലറ്റുകൾ അതൊക്കെ സ്ഥാപിച്ചാൽ ഒരു ടൂറിസത്തിൻ്റെ നല്ലൊരു ഹബ്ബായി പയ്യാമ്പലം മാറുമെന്നത് യാഥാർത്ഥ്യമാണ്. നമ്മൾ ഈ കണ്ണൂരിൻ്റെ മുഖഛായ മാറ്റുക എന്ന ലക്ഷ്യത്തോടു കൂടി നീങ്ങുമ്പോൾ ഒരു ഏതെങ്കിലും തരത്തിൽ ഒരു സൗന്ദര്യവൽക്കരണം എന്നതിന് അപ്പുറത്തേക്ക് ബൃഹത്തായ പദ്ധതികൾ മറ്റ് നഗരങ്ങളെ നമ്മൾ താരതമ്യം ചെയ്യുമ്പോഴാണ് കണ്ണൂരിൽ ഒന്നുമില്ലാത്തൊരവസ്ഥ. പണ്ടെങ്ങനെയാണോ ഉള്ളത് അതേ രീതിയിൽ പോകുന്നു. ഇതിന് ഒരു മാറ്റം വരുത്താൻ ഏത് തരത്തിലുള്ള പദ്ധതികൾ വേണം എന്നാണ് മേയർ കരുതുന്നത്? അതുമായി ബന്ധപ്പെട്ട് പെട്ടെന്ന് നമുക്ക് അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. കണ്ണൂരിലെ ജനപ്രതിനിധികൾ, MP, അതുപോലെ MLA മാർ അവരൊക്കെ യോജിച്ച് മുന്നോട്ട് പോയാൽ, പ്രത്യേകിച്ച് കോർപ്പറേഷൻ്റെ കീഴിൽ 2 മണ്ഡലങ്ങളിൽ MLA മാരുണ്ട്. ഒന്ന് നമ്മുടെ ബഹുമാനായ മന്ത്രി കൂടിയുള്ളത് കൊണ്ട് നമുക്ക് വലിയ പ്രതീക്ഷകളുണ്ട്. കാരണം അവരൊക്കെ ഒരു കൂട്ടമായി ഇരുന്ന് ഒരു ചെയറിന് ചുറ്റും ഇരുന്ന് നമുക്ക് സംസാരിച്ചാൽ തീർച്ചയായും വിപ്ലവങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയം സ്വാഭാവികമായും UDFൻ്റെ ഒരു ഭരണ സംവിധാനമാണ് കണ്ണൂർ കോർപ്പറേഷനുള്ളത്. സംസ്ഥാന സർക്കാർ കഴിഞ്ഞ ഏതാണ്ട് 8 വർഷമായി LDFൻ്റേതാണ്. ഇത് ഏതെങ്കിലും തരത്തിൽ ബാധിച്ചിട്ടുണ്ടോ? ഈ രാഷ്ട്രീയമായ കാര്യങ്ങൾ ഈ വികസനത്തിൽ രാഷ്ട്രീയം കലർന്നിട്ടുണ്ടോ? ശരി, വികസനത്തിൽ രാഷ്ട്രീയം കലർന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ സ്വാഭാവികമായും ഉണ്ട് എന്ന് പറയേണ്ടി വരും. കാരണം നമുക്ക് അനുവദിക്കുന്ന, നേരത്തെ സൂചിപ്പിച്ചല്ലോ, അനുവദിക്കുന്ന ബഡ്ജറ്റ് വിഹിതത്തിൻ്റെ കാര്യത്തിൽ തന്നെ അതെല്ലാ തദ്ദേശ സ്ഥാപനങ്ങൾക്കും പ്രത്യേകിച്ച് UDF ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളിൽ ഫണ്ട് വെട്ടിക്കുറക്കുന്ന ഒരു പ്രവണത ഉണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതുപോലെ ഉദ്യോഗസ്ഥർ, ഇടതുപക്ഷ യൂണിയനിൽപ്പെട്ട ആളുകളെ അല്ലെങ്കിൽ പിന്നെ പണിഷ്മെൻറ്റ് കിട്ടിയ പല രീതിയിലും പണിഷ്മെൻറ്റ് കിട്ടിയ ഉദ്യോഗസ്ഥരൊക്കെ ഒരു ഡംപ് ചെയ്യുന്ന രീതിയിൽ നമ്മുടെ കണ്ണൂർ കോർപ്പറേഷനിൽ കൊണ്ടിടുകയും ഇവിടുത്തെ പ്രവർത്തനങ്ങൾ താറുമാറാകുന്ന രീതിയിലേക്കുള്ള ഒരു പകപോക്കലാണോ എന്നുള്ള രീതിയിൽ തോന്നിപ്പോകുന്നു. പിന്നെ കൂടാതെ ഒരു ജോലിയും ചെയ്യാൻ സാധിക്കാത്ത ആളുകൾ, ഞാൻ ആക്ഷേപിച്ച് പറയുന്നതല്ല, പല രീതിയിലും വൈകല്യമുള്ളവർ, അവർക്കൊക്കെ ജോലി വേണം. പക്ഷേ എല്ലാവരെയും ഒരു സ്ഥലത്ത് ആക്കിയാൽ അവിടുത്തെ പ്രവൃത്തി താറുമാറാക്കുമെന്നുള്ളത്. ഓരോരുത്തരെ
ഒരു 14ഓളം അത്തരത്തിലുള്ള ആളുകൾ, അത് ഒരു 7 ആളുകളായാൽ നമുക്ക് കുഴപ്പമില്ല. തദ്ദേശ സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുന്നതിൽ ഓരോ സോണൽ ഓഫീസിൽ ഒരാളിട്ടിട്ട് ആ രീതിയിൽ കൊണ്ടുപോയി പ്രയാസമില്ല. പക്ഷേ 14ഓളം അത്തരത്തിലുള്ള ആളുകൾ, അവർക്കും ജോലി വേണം, അവർക്കും ജീവിക്കണം, അവരും ഈ സമൂഹത്തിൻ്റെ ഭാഗമാണ്. അത് അവരെ പ്രത്യേക പരിഗണന നൽകേണ്ടവരാണ്. പക്ഷെ എല്ലാവരും ഏതെങ്കിലും തരത്തിൽ പണിഷ്മെന്റ് എന്നുള്ള രീതിയിലാണോ? പണിഷ്മെന്റ് അവർക്ക് സംബന്ധിച്ചുള്ള പണിഷ്മെന്റ് അല്ല, അത്തരം ജോലിക്കാരെ സംബന്ധിച്ചുള്ള പണിഷ്മെന്റ് അല്ല. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചുള്ള ഒരു പണിഷ്മെന്റായി തോന്നുന്നു. മനഃപൂർവ്വം അങ്ങനെ ചെയ്യുന്നതാണ്. മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിലൊക്കെ നോക്കിയാൽ അങ്ങനെയുള്ള ആളുകളില്ല എന്നുള്ളതാണ്. അപ്പോൾ എല്ലായിടത്തും അവരെ വിന്യസിച്ചുകൊണ്ട്, കാരണം ഒറ്റപ്പാലത്തുള്ള ഇത്തരത്തിൽ പ്രയാസപ്പെടുന്ന ആളുകൾ പോലും, ഭിന്നശേഷിക്കാരായ ആളുകൾ പോലും ഇവിടെ ജോലി ചെയ്യുന്നത്, അവരൊക്കെ പ്രയാസപ്പെട്ടിട്ടാണ് ഇവിടെ ജോലിക്ക് വരുന്നത്. അപ്പോൾ അവർക്കൊക്കെ ഒറ്റപ്പാലം അങ്ങനെയുള്ള സ്ഥലത്തുണ്ടെങ്കിൽ അവർക്ക് അവിടെ പരിസരത്ത് അവിടെ ഒരുപാട് തദ്ദേശ സ്ഥാപനങ്ങളുണ്ട്. പാലക്കാട് ജില്ലയിൽപ്പെട്ട ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അവിടെ അത് എനിക്കറിയില്ല, അവരെ സംബന്ധിച്ചുള്ള അറിയില്ല. അവരൊന്നും ആ രീതിയിൽ യൂണിയൻ പ്രവർത്തനങ്ങളൊന്നും ചെയ്യുന്നില്ല. പക്ഷെ അവരൊക്കെ ശാരീരിക പ്രയാസങ്ങൾ കൊണ്ട് അങ്ങനെ ജോലി ചെയ്യാൻ പ്രയാസങ്ങൾ അനുഭവിക്കുന്നു. ഇപ്പോൾ എല്ലാം ഓൺലൈൻ, എല്ലാം സ്മാർട്ടാണ്, പേപ്പർലെസ് എന്ന സംവിധാനത്തിലേക്ക് പോകുന്നു. ഒരു കാഴ്ച പരിമിതിയുള്ള ഒരാളെ ഈ രീതിയിൽ ഇത്തരം സെക്ഷനുകളിലേക്ക് വന്നതിനാൽ ആ സംവിധാനം മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾ അവരെ മറ്റ് സംവിധാനങ്ങളിലേക്ക് മാറ്റും. അപ്പോൾ അങ്ങനെ ഒരുപാട് ആളുകൾ വന്നാൽ നമുക്കത് ബുദ്ധിമുട്ടാണ്. അതാണ് ഞാൻ ഇവിടെ സൂചിപ്പിച്ചത്. കുറച്ചാളുകൾ നമുക്ക് ഭംഗിയായി കൊണ്ടുപോകാൻ സാധിക്കും, പ്രയാസമില്ലാതെ കൊണ്ടുപോകും. അത്ര ആളുകൾ അവരും ജീവിക്കേണ്ട ആളുകളാണ് എന്നുള്ളത് കൊണ്ട് അവരും നമുക്കൊക്കെ എന്തൊക്കെ സംഭവിച്ചു കൂടാണെന്നില്ല. അപ്പോൾ നമ്മളും ആ രീതിയിൽ മാനസിക പരിഗണന നൽകിക്കൊണ്ട് അതൊക്കെ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾ. പക്ഷേ മുഴുവൻ ആളുകളെയും ഇങ്ങോട്ടേക്ക് മാറ്റുക എന്ന് പറയുന്നത് പ്രയാസം തന്നെയാണ്. ഈ അതേ രീതിയിൽ തന്നെ ഈ വികസന പ്രവർത്തനങ്ങൾ എന്തെങ്കിലും ഒരു പദ്ധതി മുന്നോട്ട് വെക്കുമ്പോൾ അത് നടപ്പാക്കിയാൽ അതിൻ്റെ ക്രെഡിറ്റ് UDFിലേക്ക് അല്ലെങ്കിൽ മേയറിലേക്ക് പോകും എന്നുള്ള ഭയത്തോടു കൂടി തടഞ്ഞു വെക്കുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെ ഉണ്ടായതായിട്ട് തോന്നിയിട്ടില്ല. പ്രൊജക്റ്റായിട്ട് വന്ന സമയത്ത് നമ്മൾ നൽകിയ പ്രൊജക്റ്റുകളൊക്കെ ഇപ്പം നമ്മൾ ഈ 2020 നമ്മൾ വന്നപ്പോൾ നമ്മൾ ഒരുപാട് പ്രൊജക്റ്റുകൾ സമർപ്പിച്ചിരുന്നു. അതൊക്കെ നമുക്ക് അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. അതിനൊന്നും തടസ്സമുണ്ടായിട്ടില്ല. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനം നടക്കുന്നത് കണ്ണൂർ കോർപ്പറേഷൻ്റെ ഓഫീസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഓഫീസ് നിർമ്മാണം ദ്രുതഗതിയിൽ തന്നെയാണോ മുന്നോട്ട് പോകുന്നത്? അതെ, ഓഫീസ് നിർമ്മാണം വളരെ സ്പീഡായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷെ അവിടെ പ്രയാസം, കിഫ്ബിയിൽ നമുക്ക് അനുവദിച്ച ഫണ്ട് അത് നേരത്തെ നമ്മളൊരു 9 നില കെട്ടിടമായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ അതിനാവശ്യമായ ഫണ്ട് നമുക്ക് കിഫ്ബിയിൽ നിന്ന് അനുവദിച്ചില്ല. അത് ആ സമയത്തൊക്കെ ഒരു വലിയ പൊളിറ്റിക്കൽ സ്റ്റണ്ട് നടന്നിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പിന്നീട് നമുക്ക് ഫണ്ട് അനുവദിക്കപ്പെട്ടു. 25 കോടിയായിരുന്നു അനുവദിച്ചത്. അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. ഇപ്പോൾ വീണ്ടും എസ്റ്റിമേറ്റ് റിവൈസ് ചെയ്തു. അപ്പോൾ ഇപ്പോൾ ഏകദേശം 32 കോടിയോളം രൂപയുടെ പദ്ധതികളാണ് നടക്കുന്നത്. അതേസമയം അവരൊരു സ്ട്രക്ചർ രൂപത്തിലേക്ക് മാത്രമേ പോകുന്നുള്ളൂ എന്നുള്ളതാണ്. ഇവിടെ ഇൻറ്റീരിയർ ക്യൂബിക്കിൾസ്, അതുപോലെ ഫാൾ സീലിംഗ്, മറ്റു സംവിധാനങ്ങൾ അതൊക്കെ കോർപ്പറേഷൻ തന്നെ ഒരുക്കണമെന്നുള്ള രീതിയിലാണ് കഴിഞ്ഞ മാസങ്ങൾക്കുണ്ടായ ചർച്ചയുടെ ഭാഗമായിട്ട് തീരുമാനമുണ്ടായത്. അപ്പോൾ അതിനൊക്കെ ഒരു 3 കോടി രൂപയോളം ഇനിയിപ്പോൾ അതിനൊക്കെ മാറ്റി വെക്കേണ്ടി വരും. ഇനിയും ഒരു അഡീഷണൽ ഫണ്ട് ഇപ്പം നിലവിലുള്ള G+3 സംവിധാനത്തിൽ നമുക്ക് മുഴുവൻ ഓഫീസ് സംവിധാനം അവിടത്തേക്ക് മാറ്റാൻ കഴിയില്ല. കാരണം പുതിയ സംവിധാനങ്ങൾ അനുസരിച്ച് മേയർ റൂം, സെക്രട്ടറി റൂം, അതൊക്കെ വലിയ വിപുലമായ റൂമാണ്. അതുപോലെ കൗൺസിൽ ഹാള്, 100ഓളം മെമ്പർമാർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കൗൺസിൽ ഹാളൊക്കെയാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ ആ 3 റൂമും പറഞ്ഞ ഉന്നത ഉദ്യോഗസ്ഥന്മാർക്കും കൗൺസിൽ ഹാളും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുടെ റൂമും ഒക്കെയായി ചെറിയ ബോർഡ് റൂമൊക്കെ ആയിട്ട് മാത്രമേ അതിന് ഉള്ളൂ. ഓഫീസ് സംവിധാനം പോകണമെങ്കിൽ ഇനിയും ഒരു 7 നില കെട്ടിടം ഇനിയും വേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് നമുക്കിനി ഓൺ ഫണ്ട് തന്നെ ഫണ്ട് അനുവദിക്കേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ പദ്ധതിയുടെ മറ്റ് ഭാഗമായി വെക്കേണ്ടി വരും. കാരണം ഇനി കിഫ്ബിയിൽ നിന്ന് ഇനി ഫണ്ട് ലഭ്യമാകില്ല എന്നാണ് മനസ്സിലാക്കിയത്. ഇപ്പോൾ കഴിഞ്ഞ ക്യാബിനറ്റിൽ തന്നെ ഒരുപാട് പ്രൊജക്റ്റുകൾ ഉപേക്ഷിക്കാൻ പോകുന്നുവെന്ന് മാധ്യമങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഒരുപാട് പദ്ധതികൾ ഉപേക്ഷിക്കുന്നു, പുതിയത് തുടങ്ങണ്ടെന്ന് പറയുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഫണ്ട് കിട്ടില്ല. ഏറ്റവും കൂടുതൽ ആക്ഷേപം ഉന്നയിക്കുന്നത് UDF ആണ്. കിഫ്ബി എന്ന ആ ഒരു വികസന പദ്ധതിയെക്കെതിരെ UDF ആണ് നീങ്ങുന്നത്. അത് ശരിയാണോ? നിങ്ങൾക്ക് ഒരു ഏറ്റവും കൂടുതൽ ഉപകാരം കിട്ടിയിട്ടുള്ളത് കിഫ്ബിയിൽ നിന്നാണ്. കിഫ്ബിയെ എന്തിന് നമ്മൾ എതിർക്കണം? അങ്ങനെ പറയാൻ കഴിയില്ല. സ്വാഭാവികമായും കിഫ്ബി നമുക്ക് ഫണ്ട് അനുവദിച്ചു തന്നു എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ അത് നമ്മുടെ നേതാക്കന്മാർ പറയുന്നത് പോലെ അത് ഈ പറഞ്ഞ രീതിയിൽ മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളതാണ്. അത് പ്രഖ്യാപിക്കപ്പെട്ടുവെങ്കിലും ആ കിഫ്ബിയിൽ നിന്ന് എങ്ങനെ ഫണ്ട് ഉണ്ടാക്കുമെന്ന്, കിഫ്ബി ഏത് രീതിയിൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാക്കുമെന്നൊന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മുടെ നേതാക്കന്മാർ അതിനെ ആക്ഷേപിക്കുന്നത്. അതിനിപ്പോൾ നമ്മളൊരു വീട് നിർമ്മിക്കുമ്പോൾ, വീടെടുക്കുമ്പോൾ കടം എടുത്തിട്ടാണ് വീടെടുക്കുക. വീട്ടിൽ നിന്ന് എന്തെങ്കിലും ആദായം
നമ്മൾ പ്രതീക്ഷിച്ചിട്ടല്ല നമ്മൾ കടമെടുത്ത് വീടുണ്ടാക്കുന്നത്. കിഫ്ബി എന്ന ഒരു സംവിധാനം വഴി റോഡുകൾ ഉണ്ടാക്കുന്നു, പാലങ്ങൾ ഉണ്ടാക്കുന്നു. ഏതായാലും റോഡിലും പാലത്തിൽ നിന്നും നമുക്ക് ആദായം പ്രതീക്ഷിക്കാൻ കഴിയില്ല. പക്ഷെ വികസനമാണ്. ആ രീതിയിൽ ആശുപത്രി കെട്ടിടം ഉണ്ടാക്കുന്നത് ഏതെങ്കിലും തരത്തിൽ നമുക്കതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സംവിധാനമല്ല. അങ്ങനെ ഉണ്ടാക്കുന്ന ആ സംവിധാനത്തെ എതിർക്കുമ്പോഴാണ് അത് കാരണം ഇപ്പോൾ നമ്മുടെ ഈ പറഞ്ഞ പ്രതിപക്ഷ നേതാവ് അടക്കം ഭരണ സ്ഥിതിഗതികൾ ശരിയാണെന്ന് തോന്നുന്ന രീതിയിലാണ് ഇപ്പോൾ കിഫ്ബിയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഫണ്ടില്ല, എങ്ങനെ മുന്നോട്ട് പോകും? പ്ലാൻ ബി എന്ന് പറയുന്നു. പ്ലാൻ ബി എന്താണെന്ന് ആർക്കും അറിയില്ല. മുന്നോട്ട് പോകാൻ നികുതി വരുമാനം അതെ, അപ്പോൾ ഇത് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. ഇപ്പോൾ കിഫ്ബി ഫണ്ട് അനുവദിക്കുന്നില്ല. ഇപ്പോൾ പറഞ്ഞത് തന്നെ, ഇപ്പോൾ നമ്മുടെ ബിൽഡിങ്ങിന് തന്നെ ഇനിയും നമുക്ക് 2 നില കെട്ടിടത്തിന് ഏകദേശം 6 കോടിയുള്ള രൂപ വേണം. ബഹുമാനപ്പെട്ട മന്ത്രിയോടക്കം ഞങ്ങൾ കത്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ കിഫ്ബി ഫണ്ട് അനുവദിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഫണ്ട് അവർക്ക് സോഴ്സ് ചെയ്യാൻ ഇല്ലാതാവുകയാണ്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിച്ചത്. പെട്ടെന്ന് ഒരു മന്ത്രവാദിയുടെ ഒരു മാന്ത്രിക വിദ്യ പോലെ സാധനം വന്നു പോയി എന്നല്ലാതെ അതിനെ കൊണ്ടൊന്നും ഒരു കാര്യമായ നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. എന്തായാലും ഈ നികുതി വരുമാനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ തന്നെ പറയുന്നത് ഓരോ തദ്ദേശ സ്ഥാപനവും സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയുന്ന ഒരു ശേഷി നേടണം. അതിന് ഏറ്റവും പ്രധാനപ്പെട്ടാണ് നികുതി പിരിച്ചെടുക്കുക എന്നുള്ളത്. കണ്ണൂർ കോർപ്പറേഷൻ്റെ നികുതി കുടിശ്ശിക അല്ലെങ്കിൽ നികുതി പിരിച്ചെടുക്കുന്നതിൽ ഊർജിതമായി തന്നെ നടക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ വീഴ്ച ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്നെങ്കിലും ഇല്ല. കഴിഞ്ഞ സാമ്പത്തിക വർഷം 92% നമ്മൾ പ്രൊഫഷണൽ ടാക്സ് ആയാലും ബിൽഡിംഗ് ടാക്സ് ആയാലും പിരിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് പ്രധാന വിഷയം വേക്കൻസി റിമിഷനുകളാണ്. ഒഴിഞ്ഞു കെട്ടിക്കുന്ന കെട്ടിടങ്ങൾ അത് അവർ നിരന്തരം ആളുകളില്ലാത്തത് കൊണ്ട്, ഇപ്പോൾ പ്രത്യേകിച്ച് കണ്ണൂർ താണ ഭാഗത്തൊക്കെയുള്ള ഒരുപാട് കെട്ടിടങ്ങൾ ആളുകളില്ലാത്തതിന് പൂട്ടിക്കിടക്കുകയാണ്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഈ വേക്കൻസി റിമിഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് ചെയ്യേണ്ടി വരുന്നത് കൊണ്ടാണ് ഈ തരത്തിൽ നമുക്ക് വലിയ നികുതി ലഭ്യതകൾ കുറവ് സംഭവിക്കുന്നത്. അതൊക്കെ ഒരു വാടകയ്ക്ക് പോവുകയും പറഞ്ഞ രീതിയിൽ നമുക്ക് വലിയ ടാക്സൊക്കെ വരുമ്പോൾ വലിയ വരുമാനം തന്നെയാണ്. ഒരുപാട് കെട്ടിടങ്ങൾ ഒഴിഞ്ഞു കിടക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ ഈ ആളുകളുടെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണോ, എന്താണ് അതിൻ്റെ? അത് തന്നെയായിരിക്കാം. ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യാൻ, പ്രത്യേകിച്ച് കേരളം പോലെ സംസ്ഥാനത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാകുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് മുന്നോട്ട് പോവുക വലിയ പ്രയാസമാണ്. കാരണം മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഇൻവെസ്റ്റേഴ്സ് അങ്ങോട്ടേക്ക്, അവിടെയുള്ള സംസ്ഥാന സർക്കാർ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ ഇവിടെ ഇൻവെസ്റ്റേഴ്സിന് അവർക്ക് അനുകൂലമായ ഒരു സാഹചര്യമില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കാം അപ്പോൾ വലിയ വലിയ കെട്ടിടങ്ങൾ, ആളുകളൊക്കെ ഇപ്പോൾ ആളുകളില്ലാത്ത ഒരു സ്ഥിതിവിശേഷം. ഇത്തരം ആളുകളൊക്കെ നിരന്തരം ബന്ധപ്പെടുന്നുണ്ടാവുമല്ലോ. കാരണം അവരുടെ പരാതികളൊക്കെ മേയറെ പോലുള്ള ആളുകളോടാണല്ലോ പറയുക. അവരൊക്കെ എന്താ പറയുന്നത്, എന്താണ് പ്രശ്നം പറയുന്നത്? ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തന്നെയാണ്. അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ കേരളത്തിൽ താല്പര്യമില്ല എന്നുള്ളത്, ഒരുപാട് പൊളിറ്റിക്കൽ ഇടപെടലുകൾ, അതുപോലെ ഈ ഫയലിലെ നൂലാമാലകൾ, ഇതൊക്കെയാണ് അവർ പ്രയാസങ്ങളായിട്ട് പറയുന്നത്. അതുപോലെ എല്ലാ സംവിധാനങ്ങളിലും ഇപ്പോൾ നമ്മുടെ മറ്റ് വിഷയങ്ങളിലേക്ക് കടക്കുമ്പോൾ, പൊളിറ്റിക്കലായി കടക്കുമ്പോൾ അവിടെ നിന്നുള്ള ഇടപെടലുകൾ, ജോലിക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ അതിലേക്കുള്ള തിരികെക്കയറ്റുകൾ, അങ്ങനെ ഓരോരോ വിഷയങ്ങളിലും പൊളിറ്റിക്കലായിട്ട് ഇടപെടുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് അതിൻ്റെതായ പ്രയാസങ്ങളുണ്ട്. ബിസിനസ്സുകാരെ അവർ ആ രീതിയിൽ ഒരു ബിസിനസ് മൈൻഡായി പോകാൻ മുന്നോട്ട് അനുവദിച്ചാൽ ഒരു ബിസിനസ് സൗഹൃദ സംസ്ഥാനം, ഇപ്പോൾ തമിഴ്നാടായാലും കർണാടക ആയാലും ഒക്കെ ഇപ്പോൾ ആ രീതിയിലേക്കാണ് മുന്നോട്ട് പോകുന്നത്. ആ രീതിയിൽ മുന്നോട്ട് പോയാൽ തീർച്ചയായും കേരളത്തിന് ഒരുപാട് സാധ്യതകളുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ പോകാത്തത് കൊണ്ട് തന്നെയാണ് ഇവിടെ. അല്ല, ഇങ്ങനത്തെ കാര്യങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ പ്രയാസം അനുഭവിക്കുന്ന ഒരു പ്രശ്നം ചൂണ്ടിക്കാണിച്ചാൽ ഉടൻ തന്നെ നടപടിയെടുക്കുമെന്ന് മന്ത്രി വ്യവസായ മന്ത്രി രാജീവ് ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നുണ്ട്. ഏകജാലകം വഴി സർട്ടിഫിക്കറ്റ് അപേക്ഷിക്കുന്നതിൻ്റെ 5 ദിവസത്തിനകം സർട്ടിഫിക്കറ്റ്, ഇതൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ പറയുന്നത് മാത്രമാണോ ശരിക്കും നടപ്പാകുന്നില്ല എന്നുള്ളതാണ് പറയുന്നു, പക്ഷേ പ്രാവർത്തികമാകുന്നില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥ ലോബിയുടെ ഇടപെടലുകളും ഓരോ ചെറിയ വിഷയങ്ങൾക്ക് പോലും പല പ്രയാസങ്ങളും പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ മേയർ പറയുന്നത് പോലും അതേ രീതിയിൽ അല്ല, അങ്ങനെയല്ല. മേയർ പറയുന്നത് പോലും ചെയ്യുന്നില്ല എന്നല്ല ഞാൻ പറഞ്ഞു. നിങ്ങൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരമാണ് പറഞ്ഞത്. കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ വിഷയങ്ങളിൽ എന്തെങ്കിലും, അതായത് നിസ്സാര വിഷയങ്ങളോട് ഒരാൾക്ക് ലഭിക്കേണ്ട ന്യായമായി ലഭിക്കേണ്ട എന്തെങ്കിലും ഒരു ആനുകൂല്യം ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ തടസ്സപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത്തരം ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ നടപടി. ഒരു സംരംഭവുമായി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ആദ്യം നമ്മൾ അവിടുത്തെ തദ്ദേശ സ്ഥാപനങ്ങളെയാണ് സമീപിക്കേണ്ടത്. സ്വാഭാവികമായും ഈ തദ്ദേശ സ്ഥാപനങ്ങളല്ലേ ഇത്തരത്തിലുള്ള ആളുകളെ ബുദ്ധിമുട്ടിക്കുന്നത്. അത് സർക്കാരിൻ്റെ അപ്പുറത്ത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ഒന്നുകൂടി മാറി ചിന്തിക്കേണ്ട. തീർച്ചയായും ആ രീതിയിലേക്ക് തന്നെയാണ് പോകുന്നത്. പ്രത്യേകിച്ച് നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം കണ്ണൂർ കോർപ്പറേഷനെ സമീപിക്കുകയാണെങ്കിൽ അവരെല്ലാ പ്രയാസങ്ങളും ദൂരീകരിച്ചുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടില്ലാതെ ഒരു നിക്ഷേപനെ, ഒരു സംരംഭം തുടങ്ങാനുള്ള എല്ലാ സാഹചര്യങ്ങളും
ഒരുക്കാൻ തയ്യാറാണ്. പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും അലംഭാവം ഉണ്ടാവുകയാണെങ്കിൽ അതിലൊക്കെ ശക്തമായ നടപടിയായിട്ട് മുന്നോട്ട് പോകും. അത് ഒരുപാട് തവണ മീറ്റിങ്ങുകൾ വിളിച്ച് അവർക്കൊക്കെ നിർദ്ദേശം നൽകിയതാണ്, താക്കീത് നൽകിയതാണ്. അപ്പോൾ അത്തരം പ്രയാസങ്ങൾ കോർപ്പറേഷൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മൾ ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നേരത്തെ ലീഗ് കോൺഗ്രസിന് നൽകിയിരുന്നത് പോലുള്ളൊരു പിന്തുണ തിരിച്ച് കോൺഗ്രസിൽ നിന്ന് ഇപ്പോൾ ഈ ഭരണസമിതിക്ക്, ഈ മുസ്ലിം ലീഗിൻ്റെ ഈ ഭരണസമിതിക്ക് കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ട്. അത് സ്വാഭാവികമായും ചെറിയ ചെറിയ അസ്വാരസ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷെ അതൊക്കെ ബന്ധപ്പെട്ട ഇപ്പോൾ നമ്മുടെ മുൻ മേയറൊക്കെ ഉണ്ട്, അവരൊക്കെ ഇരുന്ന് സംസാരിച്ചാൽ പ്രശ്നങ്ങൾ തീരുന്നതേ ഉള്ളൂ. അങ്ങനെ ആ ഭരണ പ്രയാസം ഉണ്ടാകുന്ന രീതിയിൽ, ഭരണ തടസ്സം ഉണ്ടാകുന്ന രീതിയിലുള്ള പ്രയാസങ്ങളൊന്നുമില്ല. നമ്മൾ തീർച്ചയായും ലീഗ് എങ്ങനെയാണോ കോൺഗ്രസ് എങ്ങനെയാണോ ഭരിച്ചത് അതേ രീതിയിലുള്ള പിന്തുണ നമുക്കുമുണ്ട് എന്നുള്ളത് തന്നെയാണ്. അത് ലീഗ് കോൺഗ്രസ് എന്നൊരു സംവിധാനത്തിലല്ല പോയത്, പ്രത്യേകിച്ച് UDF എന്നൊരു സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടാണ് പോയത്. UDF ആണ് വികസനങ്ങൾ തീരുമാനിച്ചത്. അത് കോൺഗ്രസ് ഒറ്റയ്ക്കല്ല, ലീഗ് ഒറ്റയ്ക്കല്ല, മറിച്ച് UDFൻ്റെ നേതാക്കന്മാർ, UDFൻ്റെ ഉന്നത നേതാക്കന്മാർ ഇരുന്ന് ചാർട്ട് ചെയ്ത തീരുമാനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ, അതുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അവിടെ ഒരു കോൺഗ്രസ് കൊണ്ടുവന്ന പ്രൊജക്റ്റ് എന്നില്ല, ലീഗ് കൊണ്ടുവന്ന പ്രൊജക്റ്റ് എന്നില്ല, നമ്മൾ രണ്ടും കൂട്ടായി ചേർന്ന പ്രൊജക്റ്റുകളാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അവിടെ ഒരു തടസ്സം പറയേണ്ട ആവശ്യം കോൺഗ്രസിനുമില്ല, ലീഗിനുമില്ല. ഇപ്പോൾ ഈ ഭരണസമിതിയെ മുന്നിൽ നമ്മൾ നിർത്തുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റിയാണ് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി. ഈ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ PK രാഗേഷാണ് അതിൻ്റെ ചെയർമാൻ, കോൺഗ്രസിൽ നിന്നും പുറത്താക്കിയ ആൾ. അദ്ദേഹത്തെ ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് നീക്കണം എന്നാവശ്യപ്പെട്ട് കോൺഗ്രസിൻ്റെ ബ്ലോക്ക് കമ്മിറ്റി ഒരു പ്രമേയവും പാസാക്കി. PK രാഗേഷ് ഒരു തലവേദനയാവുന്നുണ്ടോ? PK രാഗേഷിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം ഒരു തലവേദനയായിട്ടില്ല. നമ്മൾ തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോവുകയാണ്. അത് നമ്മൾ സ്റ്റിയറിംഗ് കമ്മിറ്റി കൂടും, അദ്ദേഹത്തിൻ്റെ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് രേഖപ്പെടുത്തും. കൗൺസിലും അദ്ദേഹം വിയോജനക്കുറിപ്പുകൾ രേഖപ്പെടുത്താറുണ്ട്. പക്ഷേ നമ്മൾ വികസന പ്രവർത്തനങ്ങൾക്ക് അത്തരം തടസ്സങ്ങൾ പരിഗണിക്കാറില്ല എന്നുള്ളതാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടേതായ പ്രയാസങ്ങളുണ്ട്. അവർ തമ്മിലുള്ള പ്രയാസത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഇഷ്യൂസൊക്കെ ഒരുപാടുണ്ട്. അത് ആ രീതിയിലാണ്. പക്ഷെ നമ്മൾ ഒരു ഭരണ സംവിധാനം എന്ന രീതിയിൽ, ഒരു UDF സംവിധാനം എന്ന രീതിയിൽ അത്തരം ഇഷ്യൂസിന് തലവെച്ച് കൊടുക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം. ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ സ്റ്റിയറിംഗ് കമ്മിറ്റി ആയാലും ഏത് കാര്യങ്ങളായാലും അതിലൊക്കെ ചർച്ചയിലൊക്കെ ഈ PK രാഗേഷ് വരികയാണ്. അപ്പോൾ ഈ UDFൻ്റെ ആ സംവിധാനത്തിനെതിരെ മറ്റൊരാൾ നീങ്ങുന്നു, കൗൺസിലിൻ്റെ തീരുമാനത്തിനെതിരെ ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തന്നെ പറയുന്ന സംവിധാനം കാര്യങ്ങളുണ്ടാകുന്നു. മുൻ മേയറും ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും തമ്മിൽ വാഗ്വാദങ്ങൾ നടക്കുന്നു. ഇതൊക്കെ കൗൺസിലാണ് നടക്കുന്നത്. അപ്പോൾ ഭരണപക്ഷം എന്നുള്ള രീതിയിൽ ഇത് പുറത്തു നിന്നുള്ള ഒരാൾ കാണുകയാണ്. അപ്പോൾ ആ ഭരണപക്ഷത്ത് തന്നെ ഭിന്നത എന്നുള്ള രീതിയിലേക്കല്ലേ ആ കാര്യങ്ങൾ? അതന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സങ്ങൾ പലരും, ഇപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് വിയോജനക്കുറിപ്പുകൾ ഉണ്ടാവാറുണ്ട്, കൗൺസിലിൽ അവരുടെ ഭാഗത്ത് നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അതിപ്പോൾ നമ്മൾ ഒരു തീരുമാനം വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി മുന്നോട്ട് പോകുമ്പോൾ ഇത്തരം ആളുകളുടെ പ്രയാസങ്ങളെ, പ്രസംഗങ്ങളെ അതൊന്നും നമ്മൾ മുഖവിലക്കെടുക്കാറില്ല എന്നുള്ളതാണ്. വികസന പ്രവർത്തനങ്ങൾ വികസനമായിട്ട് മുന്നോട്ട് പോകും, പറയാനുള്ള അവകാശം അവർക്കുണ്ട്, അത് അവർ പറഞ്ഞോട്ടെ. അതേസമയം തീരുമാനങ്ങൾ എടുക്കാനുള്ള സംവിധാനം, അതിന് മതിയായ ഭൂരിപക്ഷം നമുക്കുള്ളത് കൊണ്ട് വളരെ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകും. ഈ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ നിന്നും PK രാഗേഷിനെ വിശ്വാസത്തിലൂടെ പുറത്താക്കാൻ കഴിയുമോ? അതിപ്പോൾ നമ്മുടെ ഉന്നത നേതാക്കന്മാർ ഇരുന്ന് ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ഇതിപ്പോൾ ഞാനിപ്പോൾ ഇതിലൂടെ ഒരാളെ പുറത്താക്കാനോ ഒരാളെ അകത്താക്കാനോ എനിക്ക് തീരുമാനിക്കാൻ കഴിയില്ല. അത് നമ്മുടെ പാർട്ടി തലത്തിൽ, പ്രത്യേകിച്ച് UDFൻ്റെ ഉന്നത നേതാക്കന്മാർ ഇരുന്നെടുക്കേണ്ട തീരുമാനമാണ്. കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് പുറത്താക്കണമെന്ന് പറഞ്ഞിട്ട് അവരുടെ കഴിഞ്ഞ ദിവസം മണ്ഡലം കോൺഗ്രസ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ ഈ പറഞ്ഞതുപോലെ കോൺഗ്രസിൻ്റെ തീരുമാനമാണ് അത്. അപ്പോൾ അത് UDF തലത്തിൽ തീരുമാനമെടുത്താൽ തീർച്ചയായും UDFൻ്റെ ഭാഗമെന്ന് നമ്മൾ കൂടെ ഉണ്ടാകും. അപ്പോൾ നമ്മൾ ഒരാളെ അകത്താക്കാനോ പുറത്താക്കാനോ നമുക്ക് പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. അവരൊക്കെ തിരഞ്ഞെടുക്കപ്പെട്ടവരായതുകൊണ്ട് തന്നെ അതൊക്കെ നമുക്ക് ഇരുന്ന് ആലോചിച്ച് ഉന്നത നേതാക്കന്മാർ നമുക്ക് എന്ത് നിർദ്ദേശം നൽകിയോ അതിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകും. എന്തായാലും PK രാഗേഷ് ഒരു തലവേദനയായി മാറുന്നില്ല. തലവേദനയായി ആരുമില്ല, PK രാഗേഷ് എന്നല്ല, ആരുമില്ല. വികസന പ്രവർത്തനങ്ങൾക്ക് ഞാൻ ഒന്നുകൂടി പറയുകയാണ്, വികസന പ്രവർത്തനങ്ങൾക്ക് ആര് തടസ്സം നിന്നാലും അത്തരം വാദങ്ങൾ കേൾക്കാതെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ അത് PK രാഗേഷ് ആയാലും ശരി, ആരായാലും ശരി, അങ്ങനെ ആരുടെ ഭാഗത്തൊന്നും ഇല്ല, തടസ്സവാദങ്ങളൊന്നും ഇല്ല. നിലവിൽ ആ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ നമ്മുടെ കണ്ണൂർ നഗരത്തിൽ ഒരു വാഹനവുമായി വന്നാൽ ഏറ്റവും പ്രയാസം അനുഭവിക്കുന്നത് പാർക്കിങ്ങുമായി ബന്ധപ്പെട്ടാണ്. പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലാത്ത ഒരു സാഹചര്യം.
വണ്ടിയെടുത്ത് കണ്ണൂർ നഗരത്തിലേക്ക് വരിക എന്നതൊരു പേടി സ്വപ്നമായി മാറുന്നു. ഒരു നഗരത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രയാസപ്പെടുന്ന ഒരു കാര്യം തന്നെയാണിത്. നമ്മൾ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് സംവിധാനം കൊണ്ടുവന്നു, കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് ആ സംവിധാനങ്ങളൊക്കെ ഒരുക്കി. പക്ഷേ അതിപ്പോൾ നോക്കുകുത്തിയായി മാറുകയാണ്. കോർപ്പറേഷന് വലിയൊരു പ്രയാസമുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയല്ലേ അത്? അല്ല, നോക്കുകുത്തിയാക്കി എന്ന് പറയാൻ കഴിയില്ല. കാരണം അത് 2016 ആ പദ്ധതി നടപ്പിലാക്കപ്പെട്ടത്. 2018 പദ്ധതി തുടങ്ങി വെച്ചെങ്കിലും അതിൻ്റെ പ്രവൃത്തികൾ ദ്രുതഗതിയിൽ നടന്നത് 2020. അപ്പോൾ അവിടെ ഉണ്ടായൊരു വിഷയം എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ മെറ്റീരിയൽസിൻ്റെ അതിൻ്റെ എഗ്രിമെൻറ്റ് ചെയ്ത് അതിൻ്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയതിലുള്ള പ്രശ്നമാണ്. അപ്പോൾ 2016 എസ്റ്റിമേറ്റ് പ്രകാരമാണ് ആ ഇലക്ട്രിക്കൽ വർക്കിൻ്റെ കാര്യങ്ങൾ ടെൻഡർ വിളിച്ചത്. പക്ഷേ ഇപ്പോൾ നിലവിൽ 2016 ശേഷം 8 വർഷമായി. അപ്പോൾ സ്വാഭാവികമായിട്ടുള്ള നിരക്കുകളിലെ വർധനവ്, അതുപോലെ ചില മെറ്റീരിയൽസിലെ മാറ്റങ്ങൾ, അതൊക്കെ കരാറുകാരനെ സംബന്ധിച്ചുള്ള പ്രയാസമുണ്ടാവുകയും അത് നമ്മുടെ കൗൺസിൽ മുമ്പാകെ ധരിപ്പിക്കും. അതുമായി ബന്ധപ്പെട്ട അമൃത് മിഷന് വേണ്ടി നമ്മൾ കത്തയക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ ചീഫ് എഞ്ചിനീയറുടെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറുടെ ഭാഗത്തു നിന്നും ഈ എസ്റ്റിമേറ്റ് അംഗീകരിച്ചുകൊണ്ട് നമുക്ക് ഒരു തീരുമാനം കിട്ടിയില്ല. അത് നമ്മൾ ഏകദേശം 5-8 മാസമായി അതിൻ്റെ പുറകെ നടക്കുകയാണ്. ഇപ്പോൾ ഏതായാലും അതിനും ഒരു തീരുമാനമായിട്ടുണ്ട്. ഏതായാലും കുറച്ച് ദിവസങ്ങൾക്കകം നമ്മൾ നൽകിയ എസ്റ്റിമേറ്റ് ചെറിയ ഭേദഗതികളോടെ അത് അംഗീകരിച്ച് കിട്ടിയാൽ ഉടനെ നമ്മൾ ഇലക്ട്രിക്കൽ വർക്കിലേക്ക് പോകും. ഇനി ഇലക്ട്രിക്കൽ വർക്ക് മാത്രമേ അവിടെ ബാക്കിയുള്ളൂ. അപ്പോൾ അത് വരുന്നതോടുകൂടി നമുക്ക് ഈ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് യാഥാർത്ഥ്യമാക്കാൻ സാധിക്കും. അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ നഗരത്തിലേക്കുള്ള ഗതാഗത കുരുക്കുകൾ, ഒരുപാട് പ്രയാസങ്ങൾ, പാർക്കിങ്ങിൻ്റെ പ്രയാസങ്ങൾ നമുക്ക് ഇല്ലാതാകും. അതുകൂടാതെ കണ്ട് നേരത്തെ നമ്മൾ സ്വകാര്യ വ്യക്തികളുടെ സ്ഥലങ്ങളൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് പേ പാർക്കിംഗ് സംവിധാനം ഇപ്പോൾ കവിതാ തിയേറ്ററിൻ്റെ ഭാഗത്തുണ്ട്, പയ്യാമ്പലത്തുണ്ട്, അവിടെയൊക്കെ സംവിധാനങ്ങളുണ്ട്. പക്ഷേ ഈ പറഞ്ഞതുപോലെ ആളുകൾ അവിടെ നിർത്തിവെക്കുന്നില്ല എന്നുള്ളതാണ്. റോഡ് സൈഡിൽ തന്നെ ആളുകൾക്ക് പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട് സഹകരിക്കാൻ ജനങ്ങൾ ആ മനോഭാവത്തിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ ജനങ്ങളും മനസ്സും നമ്മളൊരു വികസന പ്രവർത്തനത്തിലേക്ക് പോകുമ്പോൾ ജനങ്ങളും അതിനനുസരിച്ച് മാറണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ നാടോടുമ്പോൾ നടുവേ ഓടുക എന്ന് പറഞ്ഞതുപോലെ വികസനങ്ങൾ അത് പുറമേ ആളുകൾ അറിയും. പക്ഷേ ജനങ്ങൾ അതിന് തയ്യാറാവുന്നില്ലെന്നാണ്. ഇപ്പോഴും അവർ പേ പാർക്കിങ് സ്ഥലത്ത് അതിന് മുമ്പിൽ നിർത്തിയിട്ടിട്ട് പോകാനാണ് ആളുകൾ താല്പര്യപ്പെടുന്നത്. നമ്മുടെ താളിക്കാവിലുള്ള നമ്മുടെ സ്ഥലം പാർക്കിങ്ങിന് വിളിച്ചിട്ട് അതൊരാളെടുത്തു, ഒരു കക്ഷി എടുത്തതിന് ശേഷം അവിടെ ഒരാളും പാർക്ക് ചെയ്യുന്നത്. നേരത്തെ അവിടെ ലോറിയൊക്കെ നിർത്തിയിട്ടിട്ട് പോയിരുന്നതാണ്. അപ്പോൾ അത് പേ പാർക്കിംഗ് ആക്കിയ ശേഷം ആരും എടുക്കാതെ വരും. അദ്ദേഹം വളരെ പ്രയാസപ്പെട്ട് ആ ഒരു വർഷത്തെ പൈസ അടച്ച് പിന്നീട് അതിന് തയ്യാറാവാത്ത രീതിയിലാണ് മുന്നോട്ട് പോയത്. അതുപോലെ അശോക മൈതാനത്തും അത് തന്നെയാണ് സംഭവിച്ചത്. പക്ഷേ പിന്നെ നമ്മുടെ ബിൽഡിങ്ങിൻ്റെ പ്രവൃത്തിയായി ബന്ധപ്പെട്ടിട്ട് ഒരാളെങ്കിൽ ലേബർ സൊസൈറ്റിക്ക് അവിടെ തൊഴിലാളിയെ താമസിക്കാൻ വേണ്ടി ഇപ്പോൾ തൽക്കാലം അത് കൊടുത്തിട്ടുള്ളത്. അത് അവിടെയും അങ്ങനെ തന്നെയാണ്. പാർക്കിങ്ങിന് പേ പാർക്കിങ് കൊടുത്തപ്പോൾ അവിടെ ഒരുപാട് സ്ഥാപനങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. ഹോസ്പിറ്റലുണ്ട്, ഹോട്ടലുകളുണ്ട്, ഒക്കെയുണ്ട്. അവർക്കൊക്കെ അത് ഉപയോഗിക്കാൻ കഴിയും. പക്ഷേ അത് നമ്മൾ പേ പാർക്കിനാക്കി ആൾ ടെൻഡർ എടുത്തു, ബോർഡ് വെച്ച് ഒരു ക്യാബിൻ ഉണ്ടാക്കി ആൾ ഇരിക്കുന്നതിനപ്പുറം ജനങ്ങൾ ആ മനോഭാവത്തിലേക്ക് വന്നില്ല എന്നുള്ളത്. ആളുകൾക്ക് എന്തോ ഒരു പ്രയാസം അതുമായി ഉണ്ട്. ഇപ്പോൾ നമ്മളെ ഹരിതകർമ്മസേനയുടെ കാര്യത്തിലും അത് തന്നെയാണ് സംഭവിക്കുന്നത്. യൂസർ ഫീ നൽകാൻ 50 രൂപയാണ് യൂസർ ഫീ. അത് നൽകാൻ ചില ആളുകൾ, എല്ലാവരും അല്ല, കുറഞ്ഞ ആളുകൾ പ്രയാസപ്പെടുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ പ്രയാസപ്പെടുമ്പോൾ ആ രീതിയിലേക്ക് വികസനത്തോട് മുഖം തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് വികസനം പരിപൂർണമായി എത്തിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ജനങ്ങളും മാറി വരണം. നഗരവൽക്കരിക്കപ്പെടുകയാണ്. ഓരോ ഗ്രാമങ്ങളും നഗരവൽക്കരിക്കപ്പെടും. ഞങ്ങളും മാറണം എന്നുള്ള രീതിയിലേക്ക് വന്നാൽ മാത്രമേ വികസനങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കും. ഈ പേ പാർക്കിംഗ് എന്നുള്ള സംവിധാനം മാറ്റി അതൊരു ഫ്രീ ആയി സൗജന്യമായി നൽകാനുള്ള ഒരു സംവിധാനത്തിലേക്ക് കോർപ്പറേഷന് കടക്കാൻ വലിയ സാമ്പത്തിക പ്രയാസം ഉണ്ടാകുമോ? അല്ല, അത് തന്നെയാണ് നേരത്തെ പറഞ്ഞത്. ഇപ്പോൾ സർക്കാർ തന്നെ പറഞ്ഞത് നിങ്ങൾ വരുമാനം കൂട്ടി മുന്നോട്ട് പോകണമെന്ന് പറയുന്നത്. നമുക്ക് വരുമാനം കൂട്ടി പോകാനുള്ള സംവിധാനങ്ങളൊക്കെയാണ് ഇത്. അപ്പോൾ നമ്മൾ കിട്ടാവുന്ന സോഴ്സുകളൊക്കെ നമ്മൾ ഉപയോഗിക്കും. സ്വാഭാവികമായും അതൊക്കെ മറ്റു ജില്ലകളിൽ പോയാൽ തന്നെ, കേരളത്തിൽ തന്നെ നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്കൊന്നും പോകണ്ട, കണ്ണൂർ വിട്ടാൽ മറ്റ് ജില്ലകളിലേക്ക് പോയാൽ തന്നെ ഒരുപാട് പേ പാർക്കിംഗ് സംവിധാനം അതൊക്കെ ഒരുപാട് ആളുകൾ ഉപയോഗിക്കണം. ഇപ്പോൾ തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ്റെ ഭാഗത്തൊരു പേ പാർക്കിംഗ് ഉണ്ട്. ഒരു ചർച്ചിൻ്റെ മുമ്പിലായിട്ടൊരു പേ പാർക്കിംഗ് ഉണ്ട്. അവിടെ ഞാൻ അത്യാവശ്യം പോയൊക്കെ ഞാനൊക്കെ പാർക്ക് ചെയ്തത്. അവിടെ ഫുള്ളാണ്. ഒരു ടൈം കഴിഞ്ഞാൽ അവിടെ പാർക്കിംഗ് കിട്ടില്ല. അപ്പോൾ അങ്ങനെ ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ചില സ്ഥലത്ത് ആളുകൾക്ക് എന്തോ ഒരു മടി എന്നുള്ളതാണ്. ഈ റോഡ് സൈഡിൽ വണ്ടി വെച്ച് പോവുക എന്നുള്ളൊരു ശീലമായി മാറിയിട്ടുണ്ട്. അതിന് പോലീസും നന്നായിട്ട് ഇടപെടേണ്ടതായിട്ടുണ്ട്. കാരണം ഫൈനും കാര്യങ്ങളൊക്കെ നന്നായിട്ട് മുന്നോട്ട് പോയാൽ മാത്രമേ ആ രീതിയിൽ പോകും. ഏതായാലും നമ്മുടെ ഈ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് സംവിധാനം നമുക്ക് പെട്ടെന്ന് തന്നെ യാഥാർത്ഥ്യമാക്കാൻ തീർച്ചയായും. നമ്മുടെ ഇനിയിപ്പോൾ എസ്റ്റിമേറ്റ് നമുക്ക് റിവൈസ് ചെയ്ത് കിട്ടിയ ഉടനെ നമ്മൾ കൗൺസിൽ അംഗീകരിച്ച്
പിന്നെ അത് കിട്ടിക്കഴിഞ്ഞാൽ കുറേ താമസം. അവർ കിട്ടിക്കഴിഞ്ഞാൽ അവർ 2 മാസമാണ് പറഞ്ഞത്. നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ 2 മാസം കൊണ്ട് പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഈ അത്ര ഒരു പ്രയാസം ഇല്ലെങ്കിൽ അത് ഇപ്പോൾ തന്നെ റൺ ഇപ്പോൾ തീർച്ചയായും അത് നേരത്തെ ഒരു 5-6 മാസം മുമ്പേ ഉദ്ഘാടനം ചെയ്യപ്പെടേണ്ട ഒരു സ്ഥാപനമായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഈ നഗരത്തിലെ പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പോലും ഈ പേ പാർക്കിംഗ് പല സ്ഥലങ്ങളിലും ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഉണ്ടാക്കിയിരുന്ന പല സ്ഥലത്തെ പേ പാർക്കിങ്ങും ഇപ്പോൾ അടച്ച് പൂട്ടുന്ന രീതിയിലേക്ക് പോയി. അതും ഈ ആളില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണോ, അല്ല അതിൻ്റെ സ്ഥലത്തിൻ്റെ ഉടമകൾ അത് തിരിച്ചെടുത്തതുകൊണ്ടാണ്? അല്ലല്ല, ആളില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഉടമകൾ തിരിച്ചെടുത്തില്ല. ഇപ്പോൾ പയ്യാമ്പലത്ത് കുറച്ച് ഭംഗിയായിട്ട് പോകുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അതേസമയം നമ്മളിപ്പോൾ കവിതാ തിയേറ്ററിൻ്റെ ആ ഭാഗത്തൊക്കെയുള്ള പാർക്കിങ് അവിടെ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ആളില്ലാത്തത് കൊണ്ട് അവർ അതൊരു ഉപേക്ഷിച്ച മട്ടാണ്. അവിടെയൊക്കെ അതിൻ്റെ ഉടമകൾ അത് ആ സംവിധാനം ഉപേക്ഷിച്ച മട്ടിലാക്കുന്ന കാര്യങ്ങളുള്ളത്. നമ്മൾ ഈ ഏറ്റവും വലിയൊരു പദ്ധതിയായി മറ്റൊന്ന് ഈ ശുചീകരണവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ പടന്നത്തോട് ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലെ ഈ വേസ്റ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ വലിയൊരു സീവേജ് പദ്ധതി നടപ്പാക്കി, മലിനജല ശുദ്ധീകരണ പ്ലാന്റ്. ആ പ്ലാന്റിൻ്റെ പ്രവർത്തനം ഇപ്പോൾ ഏത് രീതിയിലാണ്? അത് പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ടോ? പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. പ്രവർത്തനം പക്ഷേ അത് പരിപൂർണാർത്ഥത്തിലായിട്ടില്ല എന്നുള്ളത്. കാരണം അവിടത്തേക്ക് 100% കണക്ഷനുകളാകണം. അതായത് ഹോം കണക്ഷൻ ആവാനുണ്ട്, അതുപോലെ കടകളിൽ നിന്നുള്ളതുണ്ട്, ഹോട്ടലുകൾ. ഇപ്പോൾ നിലവിലിപ്പോൾ കുറച്ച് ഹോട്ടലുകളും കുറച്ച് കടകളും മാത്രമേ ആയിട്ടുള്ളൂ എന്നുള്ളതാണ്. നെറ്റ്വർക്കിംഗ് ഈ 2 വാർഡുകളിലും താളിക്കാവും അതുപോലെ കാനത്തൂറും കേന്ദ്രീകരിച്ച് നെറ്റ്വർക്കിംഗ് പൂർത്തിയായതാണ്. പക്ഷേ ഹൗസ് കണക്ഷന് ഈ പറഞ്ഞ പോലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആളുകൾ വിമുഖത കാണിക്കുന്നു എന്നുള്ളതാണ്. അവരെ പറഞ്ഞ് മനസ്സിലാക്കി കണക്ഷനുകൾ ഏകദേശം ആയി വരുന്നുണ്ട്. അതുപോലെ തന്നെ കടകൾ, അതൊക്കെ നമ്മൾ നിർബന്ധമായ സാഹചര്യത്തിൽ ഹോട്ടലുകളൊക്കെ നമ്മൾ നിർബന്ധപൂർവ്വം അതിലേക്ക് ചേരും. അവരെ സംബന്ധിച്ചിടത്തോളം ലാഭമാണ്. കാരണം ഹോട്ടലുകളൊക്കെ ഇത്തരം മാലിന്യങ്ങൾ ടാങ്കറുകളിലാക്കി കൊണ്ടുപോയി തള്ളുന്ന വലിയ പൈസ ചെലവഴിക്കുന്നുണ്ട്. ഓടകൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ ഓടകളൊക്കെ ഈ പറഞ്ഞ രീതിയിൽ ഈ അടക്കുന്ന മലിനജലം ഒഴുക്കുന്ന ഓടകളൊക്കെ ഈ 2 കേന്ദ്രങ്ങളിലും അടച്ചു വരികയാണ്. അതോടൊപ്പം ഇവരെ നിർബന്ധപൂർവ്വം ഈ പദ്ധതിയിലേക്ക് ഹൗസ് കണക്ഷനായാലും മറ്റ് കണക്ഷനായാലും ഇപ്പോൾ നിലവിൽ ഏകദേശം 40% ആയിട്ടുണ്ട്. അതൊരു 80% ആയാൽ മാത്രമേ ഈ പഠനത്തോടിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്ന് സാധിക്കും. അതുപോലെ ഇനി കൂടാതെ തളാപ്പ് തളാപ്പിൽ നിലവിൽ നമ്മളെ ഈ കണക്ഷനുമായി ബന്ധപ്പെട്ട് സംവിധാനം ഇല്ല. അപ്പോൾ അവിടെ നിന്നും മാലിന്യങ്ങൾ ഈ തോടിലേക്ക് ഒഴുകിയെത്തുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ആ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചുണ്ടായാൽ മാത്രമേ പഠനത്തോട് ശുദ്ധീകരിക്കപ്പെടൂ എന്ന് നമുക്ക് പറയാൻ സാധിക്കും പരിപൂർണമായും. അതേസമയം ഒരു 80% നമ്മൾ ഈ പറഞ്ഞ കണക്ഷനുകളായാൽ ഒരു ഏതാണ്ട് പഠനത്തോടിലെ വലിയ പ്രയാസങ്ങൾ ദൂരീകരിക്കാൻ സാധിക്കും. ഇതിൽ വലിയൊരു അഴിമതിയൊക്കെ ആരോപിച്ചിട്ടുണ്ടായിരുന്നു PK രാഗേഷ്. ഈ ചില ഹോട്ടൽ മുതലാളിമാർക്ക് വേണ്ടിയാണ് ഈ പദ്ധതി തുടങ്ങിയത് എന്നൊക്കെയുള്ള ആക്ഷേപങ്ങളൊക്കെയാണ് അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. അതിലൊക്കെ വാസ്തവമുണ്ടോ? അങ്ങനെ പറയാനൊന്നും കഴിയില്ല. ഒരു വികസന പ്രവർത്തനങ്ങൾ വരുമ്പോൾ സ്വാഭാവിക വ്യക്തി വൈരാഗ്യത്തിൻ്റെ പേരിൽ പറയുന്നതായിട്ട് മാത്രമേ അതൊക്കെ പറയാം. വികസന പ്രവർത്തനങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും മറുപക്ഷം അതിൽ അഴിമതി എന്ന് പറയുന്നത് അത് സ്വാഭാവികമാണ്. അതിപ്പോൾ പറയാൻ കഴിയില്ല. നമ്മളൊരു വികസന പ്രവർത്തനങ്ങൾ നാടിൻ്റെ വികസനങ്ങൾക്ക് വേണ്ടി ഒരുപാട് വൻകിട പദ്ധതികൾ കൊണ്ടുവരണം. അതിനൊക്കെ അഴിമതി ആരോപണം ഉന്നയിച്ചാൽ പിന്നെ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുമോ? ഭരണാധികാരികൾ അതിന് മുന്നിട്ടിറങ്ങില്ലല്ലോ. അപ്പോൾ അതൊക്കെ പിന്നെ പുച്ഛിച്ച് തള്ളുക എന്ന് മാത്രമേ പറയാൻ കഴിയൂ. അത് ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കും. അത് PK രാഗേഷിൻ്റെ അടുത്ത വർഷമൊക്കെ പറഞ്ഞ് പരത്തുന്ന വിഷയങ്ങളാണ്. അതിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടാണ് വലിയ തോതിലുള്ള വിവാദങ്ങളൊക്കെ നമ്മൾ പരസ്യമായി ഏറ്റുമുട്ടുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളൊക്കെ അന്ന് ഉദ്ഘാടനം ചെയ്യേണ്ട ഒരു സംഭവം തന്നെ ആയിരുന്നു. അത് തീർച്ചയായും അത് ഏകദേശം കണക്ഷനുകളൊക്കെ ആയി. കാരണം അത് കമ്മീഷൻ ചെയ്ത്, കാരണം മെഷീനറീസ് ഇറക്കി അതിൻ്റെ പിന്നെ AMC ഒക്കെ മെഷീനറീസ് ഇറക്കി നമ്മളത് കമ്മീഷൻ ചെയ്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. അല്ലെങ്കിൽ അത് വെറുതെ അവിടെ തുരുമ്പെടുത്ത് നശിക്കും. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും അത് ഉടനെ പ്രാവർത്തികമാക്കി അതിൻ്റെ AMC ഒക്കെ മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ നമ്മുടെ ഈ പദ്ധതി എന്തുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത് അത് നടപ്പിലാകാതെ പോകും. ഏതൊരു പദ്ധതി തുടങ്ങുമ്പോഴും 100% അതിൻ്റെ സംവിധാനങ്ങളായിട്ടല്ല ചെയ്യുക. അത് തുടങ്ങി വെക്കലാണ്, പിന്നീട് അത് പിന്നെ പൂർത്തീകരണത്തിലേക്ക് പോക്കാണ്. ആ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയത്. അല്ലാണ്ട് അത് ഉദ്ഘാടനം ചെയ്യപ്പെടേണ്ടതല്ല എന്നൊന്നുമില്ല. അതേപോലെ തന്നെ ഈ ഉദ്ഘാടനം ചെയ്ത മറ്റൊരു സംഭവമാണ് നമ്മുടെ തെക്കി ബസാറിലുള്ള ഷീ ലോഡ്ജ്. അത് ഉദ്ഘാടനം കഴിഞ്ഞു, പക്ഷേ അതിപ്പോഴും അവിടെ പൂട്ടിയിട്ടില്ല. അത് പിന്നെ ടെൻഡർ വിളിച്ചിട്ടുണ്ട്. അത് നേരത്തെ അതിൻ്റെ പ്രയാസമുണ്ടായത് ബൈലോയുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങളുണ്ടായത്. ആ ബൈലോയൊക്കെ ആക്കി ടെൻഡർ വിളിച്ചിട്ടുണ്ട്. അത് നേരത്തെ ഒരു സൊസൈറ്റി എടുത്തു. പക്ഷേ ആ സൊസൈറ്റി ബൈലോ പ്രകാരമുള്ള
മാനദണ്ഡങ്ങൾ ലംഘിച്ചു എന്നതിൻ്റെ ഫലമായിട്ട് കഴിഞ്ഞ കൗൺസിലിൽ അവരെ അതിൽ നിന്ന് ഒഴിവാക്കുകയും തൊട്ടടുത്ത സൊസൈറ്റിക്ക് പേരെനിക്ക് ഓർമ്മയില്ല ആ സൊസൈറ്റിക്ക് അത് കൊടുക്കുകയും നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട്. വേറെ വിഷയങ്ങളൊന്നുമില്ല അതിൽ. എന്തായാലും ഈ പദ്ധതികളൊക്കെ തന്നെ വീണ്ടും പൊടിതട്ടിയെടുത്ത് ഇത് യാഥാർത്ഥ്യമാക്കാനുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. അല്ല, ഇതൊക്കെ നടന്നതല്ല, ഇതിനെ പൊടി തട്ടിയെടുക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ നടന്ന് പ്രാവർത്തികമായ പദ്ധതികളാണ്. ഇനി പുതിയ പദ്ധതികളാണ് ആവിഷ്കരിക്കുന്നത്. നേരത്തെ പ്ലാൻ ചെയ്ത പദ്ധതി പൂർത്തീകരിക്കേണ്ടതായ പദ്ധതികളുണ്ട്. ഇപ്പോൾ ചേലൂരിൽ തന്നെ ഒരു സെപ്റ്റേജിൻ്റെ പണി നടക്കുന്നു. ഇൻസിനേറ്റർ, അതായത് ഡയപ്പർ സംസ്കരിക്കുന്നതിനുള്ള ഇൻസിനേറ്റർ പ്രൊജക്റ്റ്, അത് എഗ്രിമെൻ്റ് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ വന്ന സമയത്ത് വെച്ചതാണ്. അപ്പോൾ അതൊക്കെ ആയി മുന്നോട്ട് പോകുന്നത്. അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വികസന തുടർച്ചയാണ്. ഇവിടെ ഭരണമാറ്റം ഉണ്ടായിട്ടില്ല. ഞാൻ ഇപ്പോഴും പറയുന്ന വിഷയമാണ്. ഇവിടെ ഭരണമാറ്റം സംഭവിച്ചിട്ടില്ല. ആളുകൾ എന്തോ ഭരണമാറ്റം സംഭവിച്ചു എന്നുള്ള രീതിയിലാണ് കാണുന്നത്. UDF ആവിഷ്കരിച്ച വികസന പ്രവർത്തനങ്ങൾ, ആ വികസന കാഴ്ചപ്പാട്, അത് തന്നെയാണ് ടി.ഒ. മോഹനൻ മേയറെ സമയത്ത് നടപ്പിലാക്കിയത്. അത് തന്നെയാണ് ഞാൻ മേയറെ സമയത്തോളം മുന്നോട്ട് പോകുന്നത്. പൂർത്തീകരിക്കാത്ത പദ്ധതികൾ പൂർത്തീകരിക്കുവാനും പുതിയ തുടങ്ങേണ്ട പുതിയ പദ്ധതികൾ വരുന്നത് അതും UDFൻ്റെ ഭാഗത്താണ്. അത് ലീഗിൻ്റെ നമുക്ക് പ്രത്യേകിച്ച് പറയാൻ കഴിയില്ല. അത് നേരത്തെ നടത്തിയത് കോൺഗ്രസിൻ്റെ എന്ന് പറയാൻ കഴിയില്ല. അതൊക്കെ UDFൻ്റെ വികസന പ്രവർത്തനങ്ങളാണ്. അത്തരം വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത് കൊണ്ട് തന്നെയാണ് കണ്ണൂർ മുനിസിപ്പാലിറ്റിയൊക്കെ UDF ഒരുപാട് കാലം ഭരിച്ചതും ആ വികസന പദ്ധതി കണ്ടു തന്നെയാണ് UDFനെ ജനങ്ങൾ കണ്ണൂർ കോർപ്പറേഷനിൽ ഭരണത്തിലേറ്റിയത്. എന്തായാലും ആ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കൂടുതൽ പദ്ധതികൾ നമുക്ക് ആവശ്യമുണ്ട്. അത്തരം ആ പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോൾ നമ്മൾ ഈ നഗര ശുചീകരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകി. ഇപ്പോൾ തിരുവനന്തപുരത്ത് ഒരു ഓടയിൽ വീണിട്ട് ഒരു തൊഴിലാളി മരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. റെയിൽവേയുമായി ബന്ധപ്പെട്ട സ്ഥലം, അത് ഇവിടെയും കണ്ണൂരിലും ധാരാളമായി ഉണ്ട്. നമ്മുടെ അണ്ടർ ബ്രിഡ്ജ് വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യം. കഴിഞ്ഞ ദിവസം താങ്കൾ അവിടെ സന്ദർശിക്കുകയും അവർ സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു. എന്താണ് ആ പ്രശ്നത്തിന് നമുക്കൊരു പരിഹാരം എന്താണ്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മഴക്കാല പൂർവ്വ ശുചീകരണം അത് വളരെ കൃത്യമായി ഞങ്ങൾ എല്ലാ വർഷവും നടപ്പിലാക്കാറുണ്ട്. ഈ വർഷവും നമ്മൾ വളരെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട ചെറിയ ഒരു 1-2 ആഴ്ച കാലതാമസമുണ്ടായി എന്നതിൽ കവിഞ്ഞ് വളരെ ഭംഗിയായി ഈ ടൗണിലൊക്കെ നമ്മൾ മഴക്കാല പൂർവ്വ ശുചീകരണം വളരെ ഭംഗിയായി നടത്തിയിരുന്നു. ഈ അണ്ടർ ബ്രിഡ്ജിന് താഴെയുള്ള റെയിൽവേ അണ്ടർ ബ്രിഡ്ജിന് താഴെയുള്ള വെള്ളക്കെട്ട്, അത് സ്വാഭാവികം. അവിടെയുള്ള നമ്മുടെ മണ്ണൊക്കെ നമ്മൾ ഇറ്റാച്ചി ഉപയോഗിച്ചൊക്കെ നമ്മൾ 2 തവണ നീക്കിയതാണ്. അവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ ഈ തിരുവനന്തപുരത്ത് ആമഴിഞ്ചാൻ തോടുമായി ബന്ധപ്പെട്ട പ്രശ്നമുള്ളതുപോലെ തന്നെ റെയിൽവേയുടെ ഒരു വലിയ തോട്, അത് നമ്മുടെ ഈ അണ്ടർ ബ്രിഡ്ജിൻ്റെ താഴെയൂടെ കടന്നു പോയി പിന്നെ റെയിൽവേൻ്റെ ഭാഗത്തൂടെയാണ് പോകുന്നത്. പിന്നെ അത് പടന്നത്തോടിലേക്ക് ടച്ച് ചെയ്യുന്ന രീതിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെയൊക്കെ ഒരുപാട് മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടി നീരൊഴുക്ക് തടസ്സപ്പെടുന്നത് കൊണ്ടാണ് ഈ വെള്ളക്കെട്ടുണ്ടാകുന്നത്. വളരെ കാലതാമസം എടുക്കുന്നു. ഒരു നീരൊഴുക്ക് വെള്ളക്കെട്ട് ഒഴിവാകണമെങ്കിൽ ഒരു മഴ പെയ്താൽ അത് ഒഴിവാകാൻ 3-4 മണിക്കൂറുകളാകുന്നു. അതൊക്കെ ഈ തടസ്സമുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കണ്ണൂർ കളക്ടറുമായി സംസാരിക്കുകയും ഈ തിരുവനന്തപുരം വിഷയം ഉണ്ടായ സാഹചര്യത്തിൽ ഉടനെ കളക്ടറുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയും റെയിൽവേ ബന്ധപ്പെട്ട ആളുകൾ ബന്ധപ്പെടുകയും അസിസ്റ്റൻറ്റ് കളക്ടർ, അതുപോലെ റെയിൽവേയുടെ ഉന്നത ഉദ്യോഗസ്ഥർ, മേയർ, ഡെപ്യൂട്ടി മേയർ, മറ്റു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, അവരൊക്കെ നമ്മൾ പോയി എല്ലാം നമ്മുടെ ഹെൽത്തിൻ്റെ ഉദ്യോഗസ്ഥർ പോയി സന്ദർശനം നടത്തി. ഭയങ്കര ഭീകരമായ അവസ്ഥയാണ് അവിടെ കണ്ടിട്ടുള്ളത്. ഒരുപാട് കെട്ടിടാവശിഷ്ടങ്ങൾ മറ്റു മാലിന്യങ്ങളൊക്കെ ഡംപ് ചെയ്തിട്ട് ഈ പറഞ്ഞ രീതിയിൽ അവിടുത്തെ തോടിൻ്റെ നീരൊഴുക്ക് തടസ്സപ്പെടുന്ന രീതിയിൽ വളരെ സ്പീഡിൽ ഒഴുകി പോകേണ്ട വെള്ളത്തിൻ്റെ സ്ഥിതി വളരെ സാവധാനമാണ് പോകുന്നത്. അപ്പോൾ അതൊക്കെ എനിക്ക് അടിയന്തരമായും പരിഹരിക്കണമെന്ന് കളക്ടറുടെ ഭാഗത്ത് നിർദ്ദേശം പോയിട്ടുണ്ട്. ഞങ്ങൾ അതിനെ സഹകരിച്ച് മാൻ പവർ ആണെങ്കിൽ മാൻ പവർ, ഇനി ഇറ്റാച്ചി, അതുപോലെ JCB പോലുള്ള യന്ത്ര സാമഗ്രികൾ അതൊക്കെ ഞങ്ങൾ കൊടുക്കാൻ തയ്യാറാണ്. റെയിൽവേ സംബന്ധിച്ചുള്ള ഒരുപാട് ഫണ്ടുകൾ കാര്യങ്ങൾ അവർ പല വികസന പ്രവർത്തനങ്ങൾക്കും ചെലവഴിക്കുന്നു. അതേസമയം ശുചീകരണത്തിനായി ഇത്തരം കാര്യങ്ങളൊന്നും അവർ ചെയ്യുന്നില്ല. അപ്പോൾ ഇവിടെ തിരുവനന്തപുരത്തേക്കുണ്ടായ വിഷയങ്ങൾ അതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ വലിയ പ്രത്യേകിച്ച് കണ്ണൂരിൻ്റെ നഗര ഭാഗത്തോട്ട് പോകുന്ന റെയിൽവേയുമായി ബന്ധപ്പെട്ട് ശുചീകരണത്തിന് അവർ വലിയ പ്രാധാന്യം കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഈ തിരുവനന്തപുരത്തെ വലിയ വിവാദം ആയിരുന്നു. തിരുവനന്തപുരത്തെ ഒരു കാര്യം, ഒരു കോർപ്പറേഷൻ, ഒരു മേയർ എന്നുള്ള രീതിയിൽ അവിടെ 1-ാം പ്രതി ആരാണ്? റെയിൽവേ ആണോ കോർപ്പറേഷനാണോ? അതിപ്പോൾ മഴക്കാല പൂർവ്വ ശുചീകരണ ഭാഗമായിട്ട് അവരൊക്കെ ചെയ്യേണ്ടത്. ഇപ്പോൾ കോർപ്പറേഷനായാലും എല്ലാ തദ്ദേശ സ്ഥാപനങ്ങൾക്കും സർക്കാർ തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ പറഞ്ഞതുപോലെ മഴക്കാല പൂർവ്വ ശുചീകരണങ്ങൾ നടത്തണമെന്ന്. അപ്പോൾ അവിടെ അങ്ങനെ ഒരു പ്രയാസമുണ്ടെങ്കിൽ റെയിൽവേയുമായി ബന്ധപ്പെട്ട് നേരത്തെ സംസാരിച്ച് അത്തരം വിഷയങ്ങൾ പരിഹരിക്കേണ്ടതാണ്. അപ്പോൾ അത് അറിയില്ല, അങ്ങനെ സംസാരിച്ച് തീർക്കേണ്ട വിഷയങ്ങളാണ്. അങ്ങനെ നേരത്തെ സംസാരിച്ച ആ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട്. കാരണം ഒരുപാട് റെയിൽവേയുടെ സ്ഥലത്ത് പോയിട്ട് കോർപ്പറേഷൻ ചെയ്യാൻ കഴിയുമോ? ട്രാക്കിന് ഇല്ല, റെയിൽവേയുടെ സ്ഥലത്ത് പോയിട്ട് നമുക്ക് അവരെ പെർമിഷൻ ഇല്ലാണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് തിരുവനന്തപുരം കോർപ്പറേഷനെ പ്രതികൂട്ടം നിർത്താൻ കഴിയില്ലല്ലോ.
ഇല്ലല്ലോ. സ്വാഭാവികമായിട്ടും അവരെ നേരത്തെ ആവശ്യപ്പെട്ടിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ നമുക്ക് അവരെ പ്രതിക്കൂട്ടി നിർത്താൻ, തദ്ദേശ സ്ഥാപനത്തെ അങ്ങനെ പ്രതിക്കൂട്ടി നിർത്താൻ കഴിയില്ല. അതേസമയം അവരെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് തദ്ദേശ സ്ഥാപനത്തിൻ്റെ ഉത്തരവാദിത്വം തന്നെയാണ്. അത് ബന്ധപ്പെട്ട് അവരവരുടെ കടമകൾ അതാത് സമയം കൃത്യമായി നിർവഹിക്കണം എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഒരു തദ്ദേശ സ്ഥാപനമാകുമ്പോൾ ഒരു ലോക്കൽ ഗവൺമെൻറ്റാണ്. അപ്പോൾ ജനങ്ങളുടെ ജനനം മുതൽ ഒരു വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെ എല്ലാ വിഷയത്തിലും ഇടപെടേണ്ട ഒരു സ്ഥാപനമാണ് തദ്ദേശ സ്ഥാപനങ്ങൾ. അതൊക്കെ നമ്മൾ സമയബന്ധിതമായി ഇടപെട്ട് വിഷയങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കണം എന്നുള്ളതാണ്. അതിപ്പോൾ ഞങ്ങൾ ചെയ്യേണ്ടതല്ലെങ്കിലും ഞങ്ങൾക്ക് അധികാരങ്ങളുണ്ട്. അത് ഇടപെടാനും അത് ബന്ധപ്പെട്ടവരെ കൊണ്ട് ചെയ്യിക്കാനും നമുക്ക് അധികാരങ്ങളുണ്ട്. ആ അധികാരങ്ങൾ, ആ സംവിധാനങ്ങൾ സമയബന്ധിതമായി ഉപയോഗിക്കണമെന്നാണ് അവർ പറയുന്നത്. ഇപ്പോൾ ഇന്നാൾ തെറ്റുകാർ എന്നൊന്നും എനിക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യണം. നേരത്തെ കണ്ണൂർ നഗരത്തിൽ ഏറ്റവും വലിയ ഒരു പ്രശ്നം ഈ മാലിന്യ പ്രശ്നം തന്നെയായിരുന്നു. മാലിന്യ നീക്കവുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ, അവിടെ ഇവിടെയൊക്കെ മാലിന്യം കുന്നുകൂടി നിൽക്കുന്ന ഒരു സാഹചര്യം. പക്ഷേ ഇപ്പോൾ അതൊന്നുമില്ല. അതിൻ്റെ ക്രെഡിറ്റ്, അതില്ലാതാക്കിയതിൻ്റെ ക്രെഡിറ്റ് മുൻ മേയർ ടി.ഒ. മോഹന് നമുക്ക് നൽകാൻ കഴിയുമോ? അതൊക്കെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മുടെ ഒരു ഭരണ സംവിധാനം എന്ന് പറയുന്നത് ഒരു വ്യക്തിയോ ഒരു പാർട്ടിയോ അല്ല. ഇവിടെ കണ്ണൂരിൽ UDF സംവിധാനത്തിലാണ്. കണ്ണൂർ മുനിസിപ്പാലിറ്റി ആ സമയത്തും ഇപ്പോൾ നിലവിലുമൊക്കെ ഒരു ഇടക്കാലത്തൊരു 3.5 വർഷക്കാലം ഒഴിച്ച് ബാക്കി കാലത്തൊക്കെ UDF സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടാണ് മുന്നോട്ട് പോയത്. അപ്പോൾ ഞാൻ പറഞ്ഞത് തന്നെ, നമ്മൾ എന്ത് തീരുമാനങ്ങൾ എടുക്കുന്നത് നമ്മുടെ സംവിധാനത്തിൻ്റെ ഭാഗമാണ്. അതൊരു എനിക്കും ഞാനൊരു പദ്ധതി കൊണ്ടുവന്നാൽ ഞാൻ എന്തെങ്കിലും ചെയ്ത് എനിക്കും അവകാശപ്പെടാൻ കഴിയില്ല. അതൊരു സംവിധാനത്തിൻ്റെ ഭാഗമാണ്. അത് എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. അതിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുണ്ട്, മറ്റു രീതിയിലുള്ള കൗൺസിലർമാരുണ്ട്. എല്ലാവർക്കും അവകാശപ്പെട്ടത്. അതൊരു വ്യക്തിയുടെ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എല്ലാ വികസന പ്രവർത്തനങ്ങളും എല്ലാ തീരുമാനങ്ങളും കൂട്ടായ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഈ ചേലോറയിലെ ആ പ്രശ്നങ്ങളൊക്കെ, അവിടുത്തെ ഈ ഖരമാലിന്യം അത് നീക്കം ചെയ്യുന്ന പ്രവൃത്തി അത് പൂർത്തിയായിട്ടുണ്ടോ ഇപ്പോൾ? ഇല്ല, അതിപ്പോൾ മഴക്കാലമായതിനെ നിർത്തിവെച്ചിട്ടാണുള്ളത്. അത് ഏകദേശം 60% പൂർത്തിയായിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി ബാക്കിയുണ്ട്. അത് മഴക്കാലത്ത്, അത് മൺസൂൺ കാലത്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അത് കഴിഞ്ഞ ഈ ജൂണിൽ തന്നെ അവർ കത്ത് തന്നിട്ടുണ്ട്. ഏകദേശം 3 മാസത്തോളം നിർത്തിവെക്കുമെന്ന് പറഞ്ഞിട്ട്. ഇനിയിപ്പോൾ അത് കഴിഞ്ഞാൽ ബാക്കി ഇനി ഒരു 40%-ഓളമാണ് പ്രവൃത്തി ബാക്കിയുള്ളത്. അത് പൂർത്തീകരിക്കും. എന്തായാലും നമുക്ക് ഈ ഭരണസമിതി അധികാരം ഒഴിയുന്നതിന് മുമ്പ് കണ്ണൂരിൽ നടപ്പാക്കും എന്ന് ഉറപ്പിച്ച് കഴിയാൻ പറയുന്ന ഏതെങ്കിലും ഒരു കാര്യം നമുക്കിപ്പോൾ? അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, നഗര സൗന്ദര്യവൽക്കരണവുമായി ബന്ധപ്പെട്ട 2 പ്രൊജക്റ്റുകൾ അത് തീർച്ചയായും നടപ്പിലാക്കും. അതോടൊപ്പം മറ്റൊന്നൊരു നൈറ്റ് ലൈഫ് ആളുകൾക്ക്, നമ്മുടെ കണ്ണൂരിൽ പ്രത്യേകിച്ച് ആളുകൾ രാത്രി സമയങ്ങളിൽ കുടുംബങ്ങളായിട്ടോ മറ്റേ ആളുകൾ എത്തുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കാം. നഗരമുണ്ടാകുന്നത് നമ്മുടെ ഇവിടെ സംബന്ധിച്ചുള്ള കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം 8 മണിയാകുമ്പോഴേക്കും നഗരം കാലിയാകുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അപ്പോൾ എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അവർക്ക് പ്രത്യേകിച്ചിട്ട് ഇവിടെ വന്ന് ചെലവഴിക്കാനുള്ള സ്ഥലങ്ങളില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിലേക്ക് ഒരു നൈറ്റ് ലൈഫിലേക്ക് ആളുകളെ കുടുംബങ്ങളെ കൊണ്ടെത്തിക്കുന്ന രീതിയിൽ ഒരു സംവിധാനം നഗര സൗന്ദര്യവൽക്കരണത്തിൻ്റെ ഭാഗമായി ഒരു പ്രൊജക്റ്റ് തയ്യാറായി വരുന്നുണ്ട്. അത് പൂർത്തീകരിക്കാൻ സാധിച്ചില്ലെങ്കിൽ അത് തുടങ്ങി വെക്കാനെങ്കിലും സാധിക്കും. അത് ഈ പറഞ്ഞതുപോലെ നമ്മുടെ മദർ ആൻഡ് ചൈൽഡ് ഹോസ്പിറ്റൽ, അത് നമ്മുടെ രജിസ്റ്റർ ഓഫീസ്, അതുപോലെ സൂര്യ 6ൻ്റെ ആ ഭാഗങ്ങൾ, നമ്മുടെ കോർപ്പറേഷൻ്റെ പഴയ കമ്മീഷണർ ഓഫീസൊക്കെ ഉള്ള ഭാഗങ്ങളുണ്ട്. ആ ഭാഗങ്ങളൊക്കെ കൂടി ഒരു സർക്കിളാക്കി മാറ്റിക്കൊണ്ട് അവിടെ സ്ട്രീറ്റ് വെൻഡേഴ്സിൻ്റെ ഒരു സ്ട്രീറ്റ്, അങ്ങനെ ഒരു നൈറ്റ് ലൈഫ് കിട്ടുന്ന രീതിയിൽ ഫുഡ് സ്ട്രീറ്റൊക്കെ കൊണ്ടുവരുന്ന രീതിയിൽ ഒരു പദ്ധതി ആവിഷ്കരിച്ച് വരുന്നുണ്ട്. അത് തീർച്ചയായും അത് തുടങ്ങി വെക്കുമെങ്കിലും ചെയ്യുമെന്ന ഒരു ദൃഢവിശ്വാസം ഉണ്ട്. ഒട്ടേറെ വികസന സ്വപ്നങ്ങളുമായാണ് കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ മുന്നോട്ട് പോകുന്നത്. കണ്ണൂർ നഗരത്തിൻ്റെ മുഖച്ഛായ മാറ്റാൻ നിരവധി പദ്ധതികൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുമുണ്ട്. കണ്ണൂർ ഏറെ ആവശ്യപ്പെടുന്ന ഒട്ടേറെ കാര്യങ്ങൾ അദ്ദേഹം പറയുകയും ചെയ്തു. നേരത്തെ ഉറങ്ങുന്ന നഗരം എന്ന ദുഷ്പേര് കണ്ണൂരിനുണ്ട്. അത് മാറ്റിയെടുക്കണം എന്ന ദൃഢനിശ്ചയത്തോടു കൂടിയാണ് മേയർ മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം നഗര സൗന്ദര്യവൽക്കരണം എന്ന ബൃഹത്തായ പദ്ധതി കൂടി ആവിഷ്കരിക്കുകയാണ് മേയർ. ഇതൊക്കെ നടപ്പാക്കാൻ അദ്ദേഹത്തിന് കഴിയട്ടെ. സാമ്പത്തികമായ പ്രയാസങ്ങൾ മറികടന്ന് ഇതിനെയൊക്കെ യാഥാർത്ഥ്യമാക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന ആശംസയോടെ കണ്ണൂർ വിഷൻ BMH ക്വസ്റ്റ്യൻ അവർ ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ഒരു അതിഥിയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.